ഭദ്രൻ ഒരു വലിയ കമ്പനിയുടെ മാനേജറാണ്. ഉത്തരവാദിത്തങ്ങൾ ഒരുപാടുണ്ട് അവന്. പക്ഷേ ഇപ്പോൾ അവനെ തളർത്തുന്നത് ഓഫീസിലെ ജോലിയല്ല, മറിച്ച് വീട്ടിലെ നിർബന്ധമാണ്. അമ്മയുടെ കരച്ചിൽ ഇപ്പോഴും അവന്റെ കാതിൽ മുഴങ്ങുന്നുണ്ട്. അച്ഛൻ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി സുഖമില്ലാതിരിപ്പാണ്. ഹൃദയ സംബന്ധമായ അസുഖം അച്ഛനെ പാടെ തളർത്തി കഴിഞ്ഞു. ഭദ്ര മോനെ, നിന്റെ അച്ഛന്റെ അവസ്ഥ നീ കണ്ടതല്ലേ? മരിക്കുന്നതിന് മുൻപ് നിനക്കൊരു കൂട്ടുണ്ടാകുന്നത് കാണണമെന്നാണ് അച്ഛന്റെ ഏക ആഗ്രഹം. നീ ഇങ്ങനെ വാശി പിടിക്കല്ലേടാ. അമ്മയുടെ ആ വാക്കുകൾ ഒരു വലിയ ഭാരം പോലെ അവന്റെ നെഞ്ചിൽ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ഭദ്രന് കല്യാണം എന്ന വാക്കേ അലർജിയാണ്. ഒരാൾക്ക് വേണ്ടി സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെക്കാനോ ഒരു പെണ്ണിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനോ അവൻ ഒട്ടും താല്പര്യമില്ല. സ്വാതന്ത്ര്യമാണ് അവന് വലുത്. പക്ഷേ അച്ഛന്റെ അവസ്ഥ കാണുമ്പോൾ ഇല്ല എന്ന് പറയാനും വയ്യ. എന്തായാലും ഒരു വഴി കണ്ടെത്തണം. ഭദ്രൻ കസേരയിലേക്ക് ചാരിയിരുന്ന് ആലോചിച്ചു. അപ്പോഴാണ് അവന്റെ തലയിൽ ആ ബുദ്ധി ഉദിച്ചത്. എങ്ങനെയെങ്കിലും അച്ഛന്റെ മുന്നിൽ ഒരു കല്യാണം അഭിനയിച്ച് കാണിച്ചാൽ മതിയല്ലോ. കുറച്ചു കാലം ഒരാളെ ഭാര്യയായി കൂടെ നിർത്തുക, വീട്ടുകാരെ ബോധ്യപ്പെടുത്തുക. അച്ഛനൊന്ന് ഉഷാറായി വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ പൊരുത്തക്കേടുകൾ പറഞ്ഞ് ഡിവോഴ്സ് വാങ്ങുക. അതാകുമ്പോൾ ആരും പിന്നെ നിർബന്ധിക്കില്ല. ഭദ്രൻ ഉടനെ തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ രാഹുലിനെ ഫോണിൽ വിളിച്ചു. രാഹുൽ സിനിമാ ഫീൽഡിലും ഇവന്റ് മാനേജ്മെന്റിലും ഒക്കെ ബന്ധങ്ങളുള്ള ആളാണ്. അവനെ വിളിച്ചാൽ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് ഭദ്രൻ ഉറപ്പായിരുന്നു. ഫോൺ എടുത്ത ഉടനെ തന്നെ രാഹുൽ ചോദിച്ചു, എന്താടാ ഭദ്ര, പണി കഴിഞ്ഞില്ലേ? നീ എന്താ ഈ നേരത്ത് വിളിക്കുന്നത്? രാഹുലെ, എനിക്ക് അർജന്റായ ഒരു സഹായം വേണം. ഒരു 1.5 സഹായമാണ്, ഭദ്രൻ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. നീ കാര്യം പറ, ഞാൻ നോക്കട്ടെ. എടാ, വീട്ടിലെ കാര്യം നിനക്കറിയാമല്ലോ. അച്ഛൻ ഒട്ടും വയ്യ. ഞാനൊരു കല്യാണം കഴിക്കാതെ അമ്മ ഇനി സമ്മതിക്കില്ല. എനിക്ക് ജീവിതകാലം മുഴുവൻ കെട്ടിപ്പിണഞ്ഞ് കിടക്കാൻ വയ്യ. അതുകൊണ്ട് എനിക്കൊരു പെൺകുട്ടിയെ വേണം. ശരിക്കുള്ള കല്യാണമല്ല, കുറച്ചു കാലത്തെ, ചുരുങ്ങിയതൊരു 6 മാസത്തെ കോൺട്രാക്ട്. നാട്ടുകാരെയും വീട്ടുകാരെയും ബോധ്യപ്പെടുത്താൻ ഒരു കല്യാണം. 1 വർഷം കഴിഞ്ഞ് ഞങ്ങൾ വേർപിരിയും. അവൾക്ക് വേണ്ട പണം ഞാൻ കൊടുക്കാം. എന്റെ അവസ്ഥ മനസ്സിലാക്കി ഇതിന് തയ്യാറുള്ള ആരെങ്കിലും നിന്റെ ലിസ്റ്റിലുണ്ടോ? ഫോണിന്റെ അപ്പുറത്ത് അല്പനേരം നിശബ്ദതയായിരുന്നു. ഭദ്ര, നീ ഇതെന്ത് വർത്തമാനമാണ് പറയുന്നത്? കല്യാണം കൊണ്ട് ഇങ്ങനെ ഒരു കളി കളിക്കാമോ? അച്ഛനും അമ്മയും അറിഞ്ഞാലുള്ള അവസ്ഥ നീ ആലോചിച്ചിട്ടുണ്ടോ? രാഹുൽ ചോദിച്ചു. അതൊക്കെ ഞാൻ നോക്കിക്കോളാം രാഹുലേ. അവർക്ക് ഞാൻ കല്യാണം കഴിക്കുന്നത് കാണണം, അത്രയല്ലേ ഉള്ളൂ. അത് നടക്കണം. 1 വർഷം കഴിയുമ്പോൾ ഞങ്ങൾ തമ്മിൽ ചേരുന്നില്ലെന്ന് പറഞ്ഞു പിരിഞ്ഞാൽ നാട്ടുകാർക്ക് അത് വെറും ഡിവോഴ്സ് മാത്രം. നീ ആലോചിക്കടാ, സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഉണ്ടാകില്ലേ കിട്ടാൻ? ഭദ്രൻ പറഞ്ഞപ്പോൾ രാഹുൽ ഒന്ന് ആലോചിച്ചു. നീ വലിയൊരു റിസ്കിലേക്കാണ് എടുത്തു ചാടുന്നത്. എങ്കിലും നിന്റെ അവസ്ഥ ആലോചിക്കുമ്പോൾ ശരി, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഉറപ്പൊന്നും പറയുന്നില്ല. രാഹുൽ ഫോൺ വെച്ചു. രാത്രി 10 മണി കഴിഞ്ഞു. ഭദ്രൻ തന്റെ ഫ്ളാറ്റിലെ ബാൽക്കണിയിൽ അസ്വസ്ഥനായി നടക്കുകയായിരുന്നു. അവന്റെ കയ്യിൽ ഒരു ഗ്ലാസ് തണുത്ത വെള്ളം ഇരിപ്പുണ്ട്. പെട്ടെന്നാണ് രാഹുലിന്റെ വിളി വന്നത്. ഹലോ ഭദ്ര, ഞാൻ നീ പറഞ്ഞ പോലെ ഒരാളെ കണ്ടുപിടിച്ചിട്ടുണ്ട്. പേര് ജോസ്ലിൻ, ഒരു ക്രിസ്ത്യാനി പെൺകുട്ടിയാണ്. അത് നിനക്ക് കുഴപ്പമുണ്ടോ? രാഹുലിന്റെ ശബ്ദം അല്പം ഗൗരവത്തിലായിരുന്നു. ഏയ്, മതം എനിക്കൊരു പ്രശ്നമല്ല. അവൾക്ക് കാര്യം മനസ്സിലായോ? ഭദ്രൻ ആകാംക്ഷയോടെ ചോദിച്ചു. ഞാൻ ഏകദേശം കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ജോസ്ലിന്റെ കുടുംബം കുറച്ച് കഷ്ടപ്പാടിലാണ്. അച്ഛൻ മരിച്ചുപോയി. വീട്ടിൽ കുറെ ലോണുകളും കടങ്ങളുമുണ്ട്. അവളുടെ അനിയൻ എന്തോ ഒരു ഓപ്പറേഷൻ ഉണ്ട്. അതിന് കുറച്ച് പണം അവൾക്ക് വലിയൊരു ആവശ്യമാണ്. അതുകൊണ്ട് നിന്റെ ഈ ഡീല് കേട്ടപ്പോൾ അവൾക്ക് സമ്മതമാണെന്ന് പറഞ്ഞു. പക്ഷേ അവൾക്കൊരു കണ്ടീഷൻ ഉണ്ട്. എന്ത് കണ്ടീഷൻ? ഭദ്രൻ ചോദിച്ചു. അവൾക്ക് നിന്നെ ഒന്ന് നേരിട്ട് കാണണം. പിന്നെ ജോസ്ലിൻ ഒരു പാവം കുട്ടിയാണ് ട്ടോ. പക്ഷെ നല്ല ബോധമുള്ള പെണ്ണാണ്. നിന്നെ കണ്ട് സംസാരിച്ചിട്ട് അവൾ ഒപ്പിടൂ. നാളെ വൈകുന്നേരം 4 മണിക്ക് നമുക്ക് ആ പഴയ കഫേയിൽ വെച്ച് കണ്ടാലോ? രാഹുൽ പറഞ്ഞപ്പോൾ ഭദ്രൻ ഒരു വലിയ ഭാരം ഒഴിഞ്ഞു പോയതുപോലെ തോന്നി. ജോസ്ലിൻ, ആ പേര് കൊള്ളാം. ശരി രാഹുലെ, നാളെ നമുക്ക് അവളെ കാണാം. ഒന്ന് സെറ്റായി കിട്ടിയാൽ മതിയായിരുന്നു. ഫോൺ വെച്ച് കഴിഞ്ഞ് ഭദ്രൻ പുറത്തെ മഴയിലേക്ക് നോക്കി നിന്നു. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിനയം തുടങ്ങാൻ പോവുകയാണ്. പണം കൊണ്ട് സ്വന്തമാക്കുന്ന ഒരു ഭാര്യ. ജോസ്ലിൻ തന്റെ ജീവിതത്തിലേക്ക് വരുന്നത് താൽക്കാലികമായി കല്യാണത്തിൽ നിന്നുള്ള രക്ഷയാണോ അതോ ഇനി വരാൻ പോകുന്ന പുതിയൊരു തലവേദനയാണോ എന്ന് അവൻ അറിയില്ലായിരുന്നു. എങ്കിലും അച്ഛന്റെയും അമ്മയുടെയും മുന്നിൽ പിടിച്ചു നിൽക്കാൻ തൽക്കാലം ഈ വഴി മാത്രമേ തന്റെ മുന്നിലുള്ളൂ എന്ന് ഭദ്രൻ മനസ്സിൽ ഉറപ്പിച്ചു. പിറ്റേന്ന് രാവിലെ മുതൽ ഭദ്രന്റെ മനസ്സ് വല്ലാത്തൊരു തിരക്കിലായിരുന്നു. ഇടയ്ക്കിടെ വാച്ചിലേക്ക് നോക്കും, പിന്നെ പുറത്തെ പാർക്കിംഗ് ഏരിയയിലേക്ക് നോക്കും. രാഹുൽ വരുമെന്ന് പറഞ്ഞ സമയം കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം 4:30 കഴിഞ്ഞപ്പോൾ രാഹുലിന്റെ കാർ അങ്ങോട്ട് വരുന്നത് ഭദ്രൻ കണ്ടു. കാറിൽ നിന്ന് രാഹുലിനൊപ്പം ഒരു പെൺകുട്ടി ഇറങ്ങുന്നത് കണ്ടപ്പോൾ ഭദ്രന്റെ ഉള്ളൊന്ന് പിടഞ്ഞു. ഓഫീസ് മുറിയിലേക്ക് അവർ കയറി വന്നപ്പോൾ ഭദ്രൻ വേഗം എഴുന്നേറ്റ് നിന്നു. ഇതാണ് ജോസ്ലിൻ, രാഹുൽ അപ്പോൾ പുഞ്ചിരിയോടെ പറഞ്ഞു. ഭദ്രൻ അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. രാഹുൽ പറഞ്ഞതിനേക്കാൾ എത്രയോ സുന്ദരിയാണ് അവൾ. ക്രിസ്ത്യാനിക്കുട്ടിയാണെന്ന് അറിഞ്ഞില്ലായിരുന്നെങ്കിൽ കണ്ടാൽ ഒരു നായര് പെൺകുട്ടിയാണെന്നേ ആരും പറയൂ.
വലിയ പൊട്ടും തൊട്ട് മുടി ഒതുക്കിക്കെട്ടി ലളിതമായ ഒരു ചുരിദാറിൽ അവൾ വളരെ ഐശ്വര്യവതിയായി അവന് തോന്നി. അവളുടെ ആ ലാളിത്യം ഭദ്രനെ വല്ലാതെ ആകർഷിച്ചു. അമ്മയ്ക്കും അച്ഛനും ഇവളെ കണ്ടാൽ തീർച്ചയായും ഇഷ്ടപ്പെടുമെന്ന് ഭദ്രൻ മനസ്സിൽ ഉറപ്പിച്ചു. ഇരിക്കൂ, ഭദ്രൻ പറഞ്ഞു. ജോസ്ലിൻ വളരെ വിനയത്തോടെ കൈകൂപ്പിക്കൊണ്ട് അവിടെ തന്നെ നിന്നു. അവൾക്ക് ചെറിയൊരു പരിഭ്രമമുണ്ടെന്ന് അവളുടെ കണ്ണുകൾ പറയുന്നുണ്ടായിരുന്നു. പേടിക്കണ്ട, കുട്ടി ഇരുന്നോളൂ, ഞാൻ രാഹുലിന്റെ അടുത്ത സുഹൃത്താണ്. ഭദ്രൻ അവളുടെ പേടി മാറ്റാനായി മൃദുവായി സംസാരിച്ചു. രാഹുൽ അപ്പോൾ ഭദ്രനോട് അവളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി. ഭദ്ര, ജോസ്ലിൻ മുമ്പ് എന്റെ ഫ്രണ്ടിന്റെ ഓഫീസിൽ വർക്ക് ചെയ്തിരുന്നതാണ്. അവിടെ നല്ല അഭിപ്രായമായിരുന്നു. പിന്നെ അനിയന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കുറച്ച് ലീവ് എടുത്തപ്പോൾ ആ വേക്കൻസിയിൽ പുതിയ ആള് കയറി. ജോസ്ലിൻ ഇപ്പോൾ പുതിയൊരു അവസരം നോക്കിയിരിക്കുമ്പോഴാണ് ഞാൻ ഈ കാര്യം പറയുന്നത്, രാഹുൽ പറഞ്ഞു. ഭദ്രൻ അപ്പോൾ പതുക്കെ ജോസ്ലിനോട് ചോദിച്ചു, ജോസ്ലിൻ, നിനക്കെല്ലാ കാര്യങ്ങളും അറിയാമല്ലോ അല്ലേ? ജോലി മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ മറ്റു കാര്യങ്ങളും. ജോസ്ലിൻ അപ്പോൾ പതുക്കെ തലയാട്ടി. രാഹുൽ സാർ ഏകദേശം ഒക്കെ പറഞ്ഞിട്ടുണ്ട്, അവൾ പറഞ്ഞു. ഭദ്രൻ അപ്പോൾ കസേരയിൽ അല്പം മുന്നോട്ട് ആഞ്ഞിരുന്നു. നോക്കൂ ജോസ്ലിൻ, എന്റെ വീട്ടിൽ വിവാഹത്തിന്റെ ആലോചനകൾ നടക്കുന്നുണ്ട്. എനിക്ക് വേണ്ടത് ആഡംബരങ്ങളൊന്നുമില്ലാത്ത വീട്ടിലെ കാര്യങ്ങൾ നോക്കി നടത്താൻ കഴിയുന്ന പക്വതയുള്ള ഒരാളെയാണ്. ഇന്ന് നിന്നെ കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. ഒരു നായരുകുട്ടിയുടെ ആ ലക്ഷണമെല്ലാം നിനക്കുണ്ട്. അതെന്റെ വീട്ടുകാർക്കും വലിയ കാര്യമാകും. ജോസ്ലിൻ എന്താണ് തോന്നുന്നത്? ജോസ്ലിൻ അപ്പോൾ ഒന്ന് പതറി. പിന്നെ പതുക്കെ പറഞ്ഞു, എനിക്ക് സമ്മതമാണ് സാർ. പക്ഷെ ജോസ്ലിന്റെ മുഖം പെട്ടെന്നൊന്ന് മങ്ങി. അവൾ എന്തോ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഭദ്രന് തോന്നി. ജോസ്ലിൻ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? മടിക്കാതെ പറഞ്ഞോളൂ, ഭദ്രൻ ചോദിച്ചു. ജോസ്ലിൻ അപ്പോൾ രാഹുലിനെ ഒന്ന് നോക്കി. അവളുടെ കണ്ണുകൾ അല്പം നനഞ്ഞിരുന്നു. അവൾ പതുക്കെ പറഞ്ഞു, സാർ, എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. അത് പറയാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഭദ്രൻ അപ്പോൾ കസേരയിൽ ചാരിയിരുന്ന് അവളെ തന്നെ ശ്രദ്ധിച്ചു. പറഞ്ഞോളൂ, എന്താണെങ്കിലും കുഴപ്പമില്ല. എന്റെ അനിയൻ, അവന് 2 കിഡ്നിയും ഫെയിലിയർ ആണ്. ഇപ്പോൾ ഡയാലിസിസ് നടക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് ഡോക്ടർമാര് പറയുന്നത്. പക്ഷേ അതിനുള്ള വലിയൊരു തുക ഞങ്ങളുടെ കയ്യിലില്ല. പൈസ ഇല്ലാത്തതുകൊണ്ട് അവന്റെ ചികിത്സ മുടങ്ങുമോ എന്ന പേടിയിലാണ് ഞങ്ങൾ. അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനൊരു കാര്യത്തിന് സമ്മതിച്ചത് തന്നെ. സാറിന് എന്നെ ഇഷ്ടമാണെങ്കിൽ, ഈ വിവാഹത്തിന് സമ്മതമാണെങ്കിൽ, അവന്റെ ഓപ്പറേഷനുള്ള പൈസ എത്രയും പെട്ടെന്ന് തന്ന് സഹായിക്കണം. അതൊന്നു മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. അത്രയും പറഞ്ഞു നിർത്തിയപ്പോഴേക്കും ജോസ്ലിന്റെ ശബ്ദമിടറി. അവൾ തല താഴ്ത്തി നിന്നു. ഭദ്രൻ കുറച്ചുനേരം ഒന്നും മിണ്ടിയില്ല. മുറിയിൽ പെട്ടെന്നൊരു നിശബ്ദത പടർന്നു. ജോസ്ലിന്റെ ഉള്ളിൽ പേടിയുണ്ടായിരുന്നു. ഭദ്രൻ അപ്പോൾ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്നു. നോക്കൂ ജോസ്ലിൻ, ഇത്രയേ ഉള്ളൂ കാര്യം. അനിയന്റെ കാര്യം ഓർത്ത് കുട്ടി വിഷമിക്കണ്ട. അവന്റെ ഓപ്പറേഷന്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഏറ്റെടുത്തോളാം. നമുക്ക് ഏറ്റവും നല്ല ചികിത്സ തന്നെ അവന് നൽകാം. ഭദ്രന്റെ ആ മറുപടി കേട്ടപ്പോൾ ജോസ്ലിന്റെ മനസ്സിൽ നിന്ന് വലിയൊരു ഭാരം ഒഴിഞ്ഞുപോയി. അവൾ നന്ദിയോടെ ഭദ്രനെ നോക്കി. ഒരു വലിയ ആശ്വാസം അവളുടെ മുഖത്ത് തെളിഞ്ഞു വന്നു. വിഷമിക്കേണ്ട കേട്ടോ, എല്ലാം ശരിയാകും. ഭദ്രൻ അവളെ ആശ്വസിപ്പിച്ചു. രാഹുലിനും ഭദ്രന്റെ ആ തീരുമാനത്തിൽ വലിയ സന്തോഷം തോന്നി. ഇപ്പോൾ ജോസ്ലിൻ നേരെ വീട്ടിലേക്ക് പോയിക്കോളൂ. വീട്ടിൽ ചെന്ന് അമ്മയോടും അനിയനോടും കാര്യങ്ങളെല്ലാം പറയണം. എന്നിട്ട് ജോസ്ലിൻ ആവശ്യമുള്ള ബാഗും സാധനങ്ങളും ഒക്കെ എടുത്ത് നാളെ തന്നെ റെഡിയായി നിൽക്കണം. ജോസ്ലിൻ അപ്പോൾ ഒന്ന് അമ്പരന്നു. നാളെ തന്നെ വരണോ സാർ? അതെ, വൈകിക്കണ്ട. നാളെ തന്നെ ജോസ്ലിനെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവിടെ അച്ഛനോടും അമ്മയോടുമെല്ലാം നമുക്ക് നേരിട്ട് ചെന്ന് സംസാരിക്കാം. ജോസ്ലിൻ ബാഗൊക്കെ എടുത്ത് നാളെ വൈകുന്നേരം കൃത്യം 5 മണിക്ക് തന്നെ ഈ ഓഫീസിലേക്ക് വന്നാൽ മതി. ഇവിടെ നിന്ന് നമുക്ക് എന്റെ കാറിൽ ഒരുമിച്ച് പോകാം. ഞാൻ കാത്തു നിൽക്കാം, ഭദ്രൻ പറഞ്ഞു. ജോസ്ലിന്റെ ഉള്ളിൽ ഒരു വശത്ത് സന്തോഷവും മറുഭാഗത്ത് ചെറിയൊരു പേടിയും ഉണ്ടായിരുന്നു. എങ്കിലും ഭദ്രന്റെ വാക്കുകളിലെ ഉറപ്പ് അവൾക്ക് വലിയൊരു ധൈര്യം നൽകി. ശരി, സാർ പറഞ്ഞതുപോലെ ഞാൻ നാളെ 5 മണിക്ക് ഇവിടെ എത്തിയേക്കാം, ജോസ്ലിൻ പറഞ്ഞു. ശരി, അപ്പോ 5 മണിക്ക് കാണാം. സന്തോഷമായിട്ട് പോയി വരൂ. ഭദ്രൻ പുഞ്ചിരിയോടെ അവളെ യാത്രയാക്കി. അവൾ ഓഫീസിന് പുറത്തേക്ക് നടക്കുമ്പോൾ ഭദ്രൻ ഒരു ദീർഘശ്വാസം എടുത്തു. അവന്റെ ഉള്ളിൽ ഒരു വലിയ ആശ്വാസമായിരുന്നു അപ്പോൾ. രാഹുൽ അപ്പോഴും സോഫയിൽ ഇരിക്കുകയായിരുന്നു. ഭദ്രൻ രാഹുലിന്റെ അടുത്തേക്ക് ചെന്നു. രാഹുലെ, നീ പറഞ്ഞത് ശരിയാ. അവളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരിഷ്ടം തോന്നി. ഒരു നായരുകുട്ടിയുടെ ആ ഒരു ഐശ്വര്യമൊക്കെ അവളുടെ മുഖത്തുണ്ട്. എന്റെ അച്ഛനും അമ്മയും അവളെ കണ്ടാൽ 100 വട്ടം സമ്മതിക്കും. അതുകൊണ്ടാ ഞാൻ നാളെ വൈകുന്നേരം തന്നെ ബാഗും എടുത്ത് വരാൻ പറഞ്ഞത്. നാളെ തന്നെ അവളെയും കൂട്ടി എനിക്ക് നാട്ടിലേക്ക് പോകണം. അവിടെ വീട്ടുകാരെ നേരിട്ട് കണ്ട് എല്ലാം സംസാരിക്കണം. കുറച്ചു ദിവസം ഞാനും അവളും അവിടെ കാണും, ഭദ്രൻ പറഞ്ഞു. രാഹുൽ അപ്പോൾ ചിരിച്ചുകൊണ്ട് ഭദ്രന്റെ തോളിൽ തട്ടി. എനിക്കറിയാമായിരുന്നു ഭദ്ര, നിനക്ക് അവളെ ഇഷ്ടപ്പെടുമെന്ന്. നീ എടുത്തത് നല്ലൊരു തീരുമാനമാണ്. അവളെ സഹായിക്കാമെന്നേറ്റത് വലിയൊരു സഹായവും. അവർ സംസാരിച്ചുകൊണ്ടിരിക്കെ ഭദ്രന്റെ ഫോൺ ബെല്ലടിച്ചു. നോക്കിയപ്പോൾ നാട്ടിൽ നിന്നാണ്. അച്ഛനാണ് വിളിക്കുന്നത്. ഹലോ അച്ഛാ. ഭദ്രൻ വേഗം ഫോൺ എടുത്തു. ഭദ്ര, ഞാനും അമ്മയും നിന്റെ ഫ്ലാറ്റിന് മുന്നിലുണ്ട്. നിന്നെ കാണാൻ വന്നതാണ്.
പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വരുമോ? ഭദ്രൻ അപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. നിങ്ങൾ ഇവിടെ എത്തിയോ? എന്താ അച്ഛാ പെട്ടെന്നൊരു വരവ്? പറഞ്ഞിരുന്നില്ലല്ലോ, ഭദ്രൻ ചോദിച്ചു. അതൊക്കെ നേരിട്ട് കാണുമ്പോ പറയാം, നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ, അച്ഛൻ പറഞ്ഞു. ശരി അച്ഛാ, ഞാൻ വരാം. ഞാൻ അന്ന് തന്ന കീ നിങ്ങളുടെ കയ്യിലില്ലേ? അത് വെച്ച് അകത്ത് കയറിക്കോളൂ ട്ടോ, ഞാൻ വേഗം എത്താം. ഫോൺ വെച്ച ശേഷം ഭദ്രൻ രാഹുലിനെ നോക്കി. രാഹുലെ, കാര്യം എളുപ്പമായെന്നാ തോന്നുന്നത്. അച്ഛനും അമ്മയും കൂടി എന്റെ ഫ്ലാറ്റിൽ എത്തിയിട്ടുണ്ട്. എന്നോട് പറയാതെ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നതാണ്. ഇനിയിപ്പോ നാട്ടിലേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. അവരിവിടെ എത്തിയ സ്ഥിതിക്ക് നേരിട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് തന്നെ സംസാരിക്കാം. ഭദ്രൻ അല്പനേരം ആലോചിച്ചു. പിന്നെ പറഞ്ഞു, പിന്നെ നീ ഇപ്പോ തന്നെ ജോസ്ലിനെ ഒന്ന് വിളിക്ക്, എന്നിട്ട് കാര്യം പറ. നാളെ വൈകുന്നേരം 5 മണിക്കെന്നല്ലേ അവളോട് പറഞ്ഞത്? എത്രയും പെട്ടെന്ന് ബാഗും എടുത്ത് ഇപ്പൊ തന്നെ അവളോട് വരാൻ പറ. ഞാനിവിടെ കാത്തു നിൽക്കാം. അവള് വന്നാലുടൻ എനിക്ക് അവളെയും കൂട്ടി ഫ്ലാറ്റിലേക്ക് പോകണം, ഭദ്രൻ പറഞ്ഞു. രാഹുൽ ഉടനെ തന്നെ ജോസ്ലിനെ വിളിച്ചു. ജോസ്ലിൻ, നാളെ 5 മണി വരെ കാത്തിരിക്കണ്ട. ഇപ്പൊ തന്നെ വീട്ടിൽ കാര്യങ്ങൾ പറഞ്ഞ് ബാഗും എടുത്ത് ഓഫീസിലേക്ക് ഇറങ്ങാമോ? ഭദ്രൻ സാറിന്റെ അച്ഛനും അമ്മയും ഫ്ലാറ്റിൽ വന്നിട്ടുണ്ട്. നാട്ടിലേക്കല്ല, അങ്ങോട്ടാണ് പോകേണ്ടത്. നീ ഒന്ന് എത്രയും പെട്ടെന്ന് എത്താൻ നോക്ക്. ഫോൺ വെച്ച് രാഹുൽ ഭദ്രനെ നോക്കി കണ്ണ് ചിമ്മി. ഭദ്രന്റെ ഉള്ളിൽ അപ്പോൾ ചെറിയൊരു പേടിയും വലിയൊരു ആവേശവുമായിരുന്നു. അച്ഛനും അമ്മയും ജോസ്ലിനെ കാണുമ്പോൾ എന്തു പറയും? അങ്ങനെയുള്ള 100,000 ചിന്തകൾ അവന്റെ മനസ്സിലൂടെ കടന്നുപോയി. നീ പേടിക്കണ്ട ഭദ്ര, എല്ലാം നന്നായി നടക്കും, രാഹുൽ അവനെ ആശ്വസിപ്പിച്ചു. ഭദ്രൻ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു, ജോസ്ലിൻ വരുന്നതും കാത്ത്. ഓഫീസിൽ നിന്നിറങ്ങിയ ജോസ്ലിൻ കിതച്ചുകൊണ്ടാണ് വീട്ടുമുറ്റത്തെത്തിയത്. കാവ്യമെഴുകിയ ആ ചെറിയ വീടിന്റെ ഉമ്മറത്തെത്തുമ്പോൾ അവൾക്ക് വല്ലാതെ ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. ഉള്ളിൽ നിറയെ പരിഭ്രമവും അതേസമയം ഒരു വഴി കണ്ടെത്താനായതിന്റെ ആശ്വാസവും അവൾക്കുണ്ടായിരുന്നു. അമ്മ അടുക്കളയിൽ എന്തോ പണിയിലായിരുന്നു. ജോസ്ലിൻ അകത്തേക്ക് കയറി ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചു. പെട്ടെന്ന് അവൾ ചെന്ന് ചേർത്ത് പിടിച്ചപ്പോൾ അമ്മ പേടിച്ചു പോയി. എന്താ മോളെ, എന്തു പറ്റി? ജോലി കിട്ടിയില്ലേ? അമ്മ ആകാംക്ഷയോടെ ചോദിച്ചു. ജോസ്ലിൻ അപ്പോൾ അമ്മയെ കസേരയിൽ പിടിച്ചിരുത്തി. അമ്മേ, ജോലി കിട്ടി. പക്ഷെ അതിനേക്കാൾ വലിയൊരു കാര്യം പറയാനുണ്ട്. അവൾ കിതപ്പടക്കി പതുക്കെ തുടർന്നു. എന്നെ വിവാഹം കഴിക്കാൻ ഒരാള് തയ്യാറായിട്ടുണ്ട്. ഭദ്രൻ എന്നാണ് ആ സാറിന്റെ പേര്. വലിയൊരു ഓഫീസിന്റെ ഉടമസ്ഥനാണ്. ഞാൻ ഇന്ന് അദ്ദേഹത്തെ കണ്ടു. കണ്ടാൽ നല്ലൊരു മനുഷ്യനാണെന്ന് തോന്നും. അതുമാത്രമല്ല അമ്മേ കാര്യം, നമ്മുടെ അപ്പുവിന്റെ ഓപ്പറേഷനുള്ള എല്ലാ പൈസയും അദ്ദേഹം തരാമെന്ന് ഏറ്റിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അവനെ ഹോസ്പിറ്റലിൽ കാണിക്കണം. അപ്പുവിന്റെ പേര് കേട്ടപ്പോൾ അമ്മയുടെ മുഖത്തൊരു പ്രകാശം വന്നുവെങ്കിലും വിവാഹത്തിന്റെ കാര്യം കേട്ടപ്പോൾ അത് പെട്ടെന്ന് മാഞ്ഞു. വിവാഹമോ? കണ്ട അന്ന് തന്നെ ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോ മോളെ? ഇതിൽ വല്ല ചതിയും ഉണ്ടാവുമോ? ഇല്ലമ്മേ, പഴയ ഓഫീസിലെ രാഹുൽ സാർ വഴിയാണ് ഈ ആലോചന വന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞത് എനിക്കൊരു ജോലി മാത്രമല്ല, അദ്ദേഹത്തിന്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാനുള്ള ഒരു പങ്കാളിയെ കൂടിയാണ് വേണ്ടതെന്നാണ്. നമ്മുടെ അവസ്ഥയെല്ലാം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പുവിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒട്ടും മടിക്കാതെയാണ് അദ്ദേഹം പൈസ തരാമെന്ന് പറഞ്ഞത്. പിന്നെ ചുരുങ്ങിയത് 1 വർഷത്തേക്ക് മാത്രമുള്ള ഒരു വിവാഹമാണ്. അദ്ദേഹത്തിന് വിവാഹത്തിലൊന്നും വലിയ താല്പര്യമില്ല. അദ്ദേഹത്തിന്റെ അച്ഛനെയും അമ്മയെയും ബോധിപ്പിക്കാൻ വേണ്ടിയാണിത്. അദ്ദേഹത്തെ സംബന്ധിച്ചിതൊരു വിവാഹമാണ്. പക്ഷെ എനിക്കിത് നമ്മുടെ അപ്പുവിന്റെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു വഴിയാണ്. ഞാനിതൊരു ജോലിയായി കണ്ടോളാം അമ്മേ. മോളുടെ വാക്ക് കേട്ട് ആ അമ്മയുടെ ഉള്ളുലഞ്ഞു പോയി. മോളെ, നിന്റെ ജീവിതം വെച്ചാണോ നീ പന്താടുന്നത്? അവന്റെ ജീവൻ രക്ഷിക്കാൻ നീ നിന്നെ തന്നെ പണയം വെക്കുകയാണോ? അമ്മ പൊട്ടിക്കരഞ്ഞുപോയി. തന്റെ ദാരിദ്ര്യം കാരണം മോൾക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നല്ലോ എന്നോർത്ത് ആ അമ്മ വിങ്ങുകയായിരുന്നു. അമ്മ കരയല്ലേ, കരഞ്ഞിട്ട് എന്ത് കാര്യം? അപ്പു ഡയാലിസിസ് കഴിഞ്ഞു വരുമ്പോൾ അനുഭവിക്കുന്ന വേദന കാണാൻ എനിക്ക് ഇനിയും വയ്യമ്മേ. അവന്റെ ജീവൻ രക്ഷിക്കാൻ എന്ത് വിട്ടുവീഴ്ചയ്ക്കും സമ്മതമാണ് എനിക്ക്. അപ്പുവിനോട് ഞാൻ പറഞ്ഞോളാം. പക്ഷേ അമ്മ ഒരു കാര്യം ശ്രദ്ധിക്കണം. അപ്പു ഇതൊന്നും തന്നെ അറിയരുത്. ചേച്ചിക്ക് ദൂരെ ഒരു സ്ഥലത്ത് വലിയ ജോലി കിട്ടി പോവുകയാണെന്ന് മാത്രം അവനോട് പറഞ്ഞാൽ മതി. ഞാൻ അവിടെ ചെന്നാൽ ഉടനെ പൈസ അയച്ചു തരാം. എത്രയും വേഗം അവന്റെ ഓപ്പറേഷൻ നടത്തണം. അമ്മ അവളെ തടയാൻ ശ്രമിച്ചെങ്കിലും ജോസ്ലിൻ ഉറച്ച തീരുമാനത്തിലായിരുന്നു. അവൾ മുറിയിലേക്ക് ചെന്ന് ഒരു ചെറിയ ബാഗിൽ തന്റെ കുറച്ചു വസ്ത്രങ്ങൾ അടുക്കി വെച്ചു. കാലപ്പഴക്കം ചെന്ന ബാഗ് സിബിടാൻ പോലും പ്രയാസമായിരുന്നു. കണ്ണിൽ നിന്നൊഴുകുന്ന കണ്ണുനീർ തുടച്ചുകൊണ്ട് അവൾ അപ്പുവിന്റെ അടുത്തേക്ക് ചെന്നു. അവൻ അപ്പോൾ ഉറക്കമായിരുന്നു. അവൾ അവന്റെ നെറ്റിയിൽ പതുക്കെ ഉമ്മ വെച്ചു. ചേച്ചി പോയിട്ട് വരാണ്ടാ, നീ വേഗം എഴുന്നേറ്റ് നടക്കണം. പടിയിറങ്ങുമ്പോൾ അവൾ അമ്മയെ ഒന്നുകൂടി നോക്കി. അമ്മേ, എനിക്ക് വൈകുന്നേരം 5 മണിക്ക് ഓഫീസിലെത്തണം. അവിടുന്ന് ഭദ്രൻ സാറിന്റെ കൂടെ ഫ്ലാറ്റിലേക്ക് പോകും. അവിടെ അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. എല്ലാം നന്നായി നടക്കാൻ അമ്മ പ്രാർത്ഥിക്കണം. അമ്മ ആ വീടിന്റെ വാതിൽക്കൽ തൂണും പിടിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് ജോസ്ലിൻ നോക്കിയില്ല. നോക്കിയാൽ തന്റെ ധൈര്യം ചോർന്നു പോകുമെന്ന് അവൾക്കറിയാമായിരുന്നു. തലയിൽ ഒരു തട്ടമിട്ട് ആ പഴയ ബാഗും കയ്യിൽ പിടിച്ച് പുതിയൊരു ജീവിതത്തിലേക്കും വലിയൊരു ലക്ഷ്യത്തിലേക്കും അവൾ ആ മുറ്റം കടന്നു നടന്നു. 5 മണിയാകാൻ 10 മിനിറ്റുള്ളപ്പോൾ തന്നെ ജോസ്ലിൻ ഓഫീസിന് മുന്നിലെത്തി. കയ്യിൽ അവളുടെ ആ പഴയ ബാഗും അതിൽ കുറച്ച് വസ്ത്രങ്ങളും മാത്രം.
ആ വലിയ കെട്ടിടത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ അവൾക്ക് ചെറിയൊരു ഭയം തോന്നി. പക്ഷേ അനിയന്റെ മുഖം ഓർമ്മ വന്നപ്പോൾ അവൾ ധൈര്യത്തോടെ നിന്നു. ഭദ്രൻ കാറുമായി ഓഫീസിന് മുന്നിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ജോസ്ലിനെ കണ്ടതും അവൻ വണ്ടിയിൽ നിന്നിറങ്ങി അവളുടെ അടുത്തേക്ക് ചെന്നു. ബാഗ് ഇങ്ങ് തന്നോളൂ, ഭദ്രൻ പറഞ്ഞു. വേണ്ട സാർ, ഞാൻ പിടിച്ചോളാം, അവൾ വിനയത്തോടെ പറഞ്ഞു. എങ്കിലും ഭദ്രൻ അത് വാങ്ങി കാറിന്റെ പിന്നിലെ സീറ്റിൽ വെച്ചു. അവൾക്കായി അവൻ കാറിന്റെ മുൻവശത്തെ ഡോർ തുറന്നുകൊടുത്തു. കാർ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് നീങ്ങുമ്പോഴും രണ്ടുപേരും കുറച്ചുനേരം ഒന്നും സംസാരിച്ചില്ല. ഭദ്രന്റെ ഉള്ളിൽ അവളോട് വലിയ പ്രണയമൊന്നുമില്ലായിരുന്നു. തന്റെ ആവശ്യങ്ങൾക്കും വീട്ടുകാരുടെ ഇഷ്ടത്തിനുമായി അവൻ തിരഞ്ഞെടുത്ത ഒരു കരാർ ഭാര്യ മാത്രമായിരുന്നു അവൾ. എങ്കിലും ഒരു സ്ത്രീയോട് കാണിക്കേണ്ട എല്ലാ മര്യാദയും അവൻ അവൾക്ക് നൽകി. ജോസ്ലിൻ വീട്ടിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞോ? എല്ലാവർക്കും സമ്മതമാണോ? ഭദ്രൻ പതുക്കെ ചോദിച്ചു. പറഞ്ഞു സാർ, അമ്മയ്ക്ക് ആദ്യം കുറച്ച് വിഷമമായിരുന്നു. പക്ഷെ അനിയന്റെ കാര്യമോർത്തപ്പോൾ. ജോസ്ലിൻ പാതി വഴിയിൽ നിർത്തി. അവളുടെ ശബ്ദമിടറിയിരുന്നു. നോക്കൂ ജോസ്ലിൻ, ഭദ്രൻ കാർ ഓടിക്കുന്നതിനിടയിൽ അവളെ നോക്കാതെ തന്നെ പറഞ്ഞു. നമ്മൾ തമ്മിലുള്ളത് ഒരു കരാറാണെന്ന് നിനക്കറിയാമല്ലോ. നിന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കും. അതിനു പകരമായി എന്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാനും എന്റെ അച്ഛനും അമ്മയ്ക്കും ഒരു നല്ല മരുമോളായി ഇരിക്കാനും നിനക്ക് കഴിയണം. നിന്നെ ഒരു ജോലിക്കാരിയായിട്ടല്ല, ആ വീട്ടിലെ അംഗമായി തന്നെയാകും ഞാൻ കാണുക, ഭദ്രൻ പറഞ്ഞു. എനിക്ക് മനസ്സിലായി സാർ, എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ചെയ്തോളാം. അനിയന്റെ ഓപ്പറേഷൻ. അവൾ ഭദ്രനെ നോക്കി. അതൊരിക്കലും മുടങ്ങില്ല, ഞാൻ വാക്ക് നൽകിയതാണ്. നാളെ തന്നെ അതിനുള്ള അഡ്വാൻസ് തുക ഞാൻ നൽകാം. നീ ഇപ്പോൾ അതോർത്ത് വിഷമിക്കണ്ട. ഭദ്രന്റെ വാക്കുകളിൽ ഒരു പ്രൊഫഷണൽ ഗൗരവമുണ്ടായിരുന്നെങ്കിലും അതിലൊരാശ്വാസമുണ്ടായിരുന്നു. ജോസ്ലിൻ കാറിന്റെ ജനാലയിലൂടെ പുറത്തെ കാഴ്ചകളിലേക്ക് നോക്കി. റോഡരികിലെ മരങ്ങളും ആളുകളും വേഗത്തിൽ പിന്നിലേക്ക് മറയുകയാണ്. തന്റെ പഴയ ജീവിതവും ആ വേഗത്തിൽ പിന്നിലായി പോവുകയാണെന്ന് അവൾക്ക് തോന്നി. ഭദ്രൻ വളരെ മാന്യമായാണ് പെരുമാറുന്നത്. അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ഒരു ആജ്ഞാ സ്വഭാവമുണ്ടെങ്കിലും അതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു സംരക്ഷണം അവൾക്ക് അനുഭവപ്പെട്ടു. അച്ഛനും അമ്മയും ഫ്ലാറ്റിലുണ്ട്. അവിടെ എത്തുമ്പോൾ നീ അധികം പരിഭ്രമിക്കണ്ട. ഞാൻ പറയുന്നത് പോലെ നിന്നാൽ മതി, മനസ്സിലായോ? ശരി സാർ, അവൾ പതുക്കെ തലയാട്ടി. കാർ സിഗ്നലിൽ നിർത്തിയപ്പോൾ ഭദ്രൻ പതുക്കെ അവളെ ഒന്ന് നോക്കി. ആ മുഖത്തെ നിഷ്കളങ്കതയും സങ്കടവും അവന്റെ ഉള്ളിൽ ചെറിയൊരു ചലനമുണ്ടാക്കിയെങ്കിലും അവൻ അത് പുറത്തു കാണിച്ചില്ല. ജീവിതത്തിലെ മറ്റൊരു താളിലേക്ക് അവർ രണ്ടുപേരും ആ കാറിൽ യാത്ര ചെയ്യുകയായിരുന്നു. കാർ അവന്റെ ഫ്ളാറ്റിന് മുൻപിലെത്തുമ്പോൾ സന്ധ്യ മയങ്ങിയിരുന്നു. ഭദ്രൻ ഫ്ളാറ്റിന്റെ പാർക്കിങ്ങിൽ കൊണ്ടുചെന്ന് വണ്ടി നിർത്തിയിട്ടും ജോസ്ലിൻ ഇറങ്ങാൻ അല്പം മടി കാണിച്ചു. അവളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ട ഭദ്രൻ പതുക്കെ പറഞ്ഞു. ജോസ്ലിൻ പേടിക്കണ്ട, ഞാൻ കൂടെയുണ്ടല്ലോ. ആത്മവിശ്വാസത്തോടെ നടന്നോളൂ. അവർ ലിഫ്റ്റ് കയറി മുകളിലെത്തി. ഭദ്രന്റെ ഫ്ളാറ്റിന് മുന്നിലെത്തിയപ്പോൾ ജോസ്ലിൻ ഒന്ന് ദീർഘശ്വാസം എടുത്തു. ഭദ്രൻ പതുക്കെ ബെല്ലടിച്ചു. കുറച്ചു നിമിഷങ്ങൾക്കുള്ളിൽ വാതിൽ തുറന്നു. മുന്നിൽ നിൽക്കുന്നത് ഭദ്രന്റെ അച്ഛനാണ്. പിന്നിൽ അമ്മയുമുണ്ട്. മോനെ കണ്ട സന്തോഷത്തിൽ അവർ ചിരിച്ചെങ്കിലും അവന്റെ തൊട്ടു പിന്നിൽ ഒരു ബാഗും പിടിച്ച് തല താഴ്ത്തി നിൽക്കുന്ന പെൺകുട്ടിയെ കണ്ടതും ആ ചിരി പെട്ടെന്ന് മാഞ്ഞു. അവർ രണ്ടുപേരും പരസ്പരം ഒന്ന് നോക്കി. ഇതാരാ ഭദ്ര? അച്ഛൻ ഗൗരവത്തോടെ ചോദിച്ചു. ഭദ്രൻ അപ്പോൾ ജോസ്ലിന്റെ തോളിൽ പതുക്കെ കൈവച്ച് അവളെ മുന്നിലേക്ക് നിർത്തി. അച്ഛാ, അമ്മേ, ഇത് ജോസ്ലിൻ. ഞാൻ സ്നേഹിച്ച കുട്ടിയാണ്. ഞങ്ങള് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. ഇവളെ ഞാൻ എന്റെ കൂടെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നതാണ്. ആ വാക്കുകൾ കേട്ട അച്ഛനും അമ്മയും ഒരു നിമിഷം തരുത്തു നിന്നുപോയി. ആരോടും പറയാതെ പെട്ടെന്നൊരു ദിവസം മോനൊരു പെൺകുട്ടിയെയും കൂട്ടി മുന്നിൽ വന്ന് നിൽക്കുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അവിടെ പെട്ടെന്നൊരു നിശബ്ദത പടർന്നു. അമ്മയുടെ മുഖത്ത് ദേഷ്യമാണോ സങ്കടമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു ഭാവമായിരുന്നു. അച്ഛനൊന്നും മിണ്ടാതെ അകത്തേക്ക് നടന്നു. അമ്മ വാതിൽക്കൽ തന്നെ നിന്ന് ജോസ്ലിനെ അടിമുടിയൊന്നു നോക്കി. ആ നോട്ടം ജോസ്ലിനെ വല്ലാതെ ഭയപ്പെടുത്തി. അവൾ കരയാതിരിക്കാൻ പണിപ്പെട്ട് നിൽക്കുകയാണ്. ഭദ്രൻ അപ്പോൾ പതുക്കെ അമ്മയുടെ അടുത്തേക്ക് ചെന്നു. അമ്മേ, ഞാനിത് പെട്ടെന്ന് തീരുമാനിച്ചതല്ല. എനിക്ക് ഏറ്റവും അനുയോജ്യമായ പെൺകുട്ടി ഇവളാണെന്ന് എനിക്ക് തോന്നി. അമ്മ ഇവളെ ഒന്ന് നോക്കൂ. നമ്മൾ ആഗ്രഹിച്ചതുപോലെ ലളിതമായ പ്രകൃതമാണ്. അമ്മയ്ക്ക് ഇവളെ ഇഷ്ടപ്പെടും, എനിക്ക് ഉറപ്പാണ്. അമ്മ വീണ്ടും ജോസ്ലിന്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ കണ്ണുകളിലെ നിഷ്കളങ്കതയും ഭയവും കണ്ടപ്പോൾ ആ അമ്മ മനസ്സ് പതുക്കെ അലിഞ്ഞു. ശരിയാണ്, കണ്ടാൽ നല്ല ഐശ്വര്യമുള്ള കുട്ടി. ഭദ്രൻ പറഞ്ഞതുപോലെ അനാവശ്യമായ ആഡംബരങ്ങളൊന്നും അവളിലില്ല. അമ്മ പതുക്കെ ജോസ്ലിന്റെ അടുത്തേക്ക് ചെന്ന് അവളുടെ കൈ പിടിച്ചു. മോൾ അകത്തേക്ക് വാ. എന്തിനാ അവിടെ പേടിച്ചു നിൽക്കുന്നത്? അമ്മയുടെ ആ വിളി കേട്ടപ്പോൾ ജോസ്ലിന്റെ ഉള്ളിലെ വലിയൊരു ഭാരം ഒഴിഞ്ഞുപോയി. അവൾ പതുക്കെ അകത്തേക്ക് കയറി. സോഫയിൽ ഗൗരവത്തിൽ ഇരുന്നിരുന്ന അച്ഛൻ അവൾ വരുന്നത് കണ്ടപ്പോൾ പതുക്കെ എഴുന്നേറ്റു. ഇരിക്കുമോളെ, അച്ഛൻ പറഞ്ഞു. ഭദ്രൻ ഇങ്ങനെ ഒരു കാര്യം ഞങ്ങളോട് ആരോടും ഇതുവരെ പറഞ്ഞിട്ടില്ലായിരുന്നു. അതിന്റെ ഒരു അത്ഭുതമാണ് ഞങ്ങൾക്ക്, അച്ഛൻ പറഞ്ഞു. എന്തായാലും അവന്റെ ഇഷ്ടമല്ലേ, സാരമില്ല. അമ്മ ജോസ്ലിന്റെ കയ്യിലെ ബാഗ് വാങ്ങി അരികിൽ വെച്ചു. മോള് പോയി മുഖമൊന്ന് കഴുകി വരൂ. എന്നിട്ട് നമുക്ക് ചായ കുടിക്കാം. എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം.
ജോസ്ലിൻ അപ്പോൾ നന്ദിയോടെ ഭദ്രനെ ഒന്ന് നോക്കി. ഭദ്രൻ കണ്ണുകൊണ്ട് അവൾക്ക് ധൈര്യം നൽകി. മോൻ തിരഞ്ഞെടുത്ത പെൺകുട്ടിയെ അവർ പൂർണ്ണമായി സ്വീകരിച്ചു എന്ന് പറയാറായിട്ടില്ലെങ്കിലും അവളോടുള്ള അവരുടെ പെരുമാറ്റം വളരെ മാന്യമായിരുന്നു. അത് ഭദ്രനും വലിയൊരാശ്വാസം നൽകി. അല്പനേരം കഴിഞ്ഞ് അകത്തെ മുറിയിൽ എല്ലാവരും ഇരുന്നു കഴിഞ്ഞപ്പോൾ അന്തരീക്ഷം അല്പം ഗൗരവത്തിലായി. ഭദ്രന്റെ അച്ഛൻ ജോസ്ലിനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു, മോളെ, നിന്റെ വീടെവിടെയാ? ആരൊക്കെയാ വീട്ടിലുള്ളത്? ഇങ്ങനെ ഒരു ബന്ധത്തിന് നിന്റെ വീട്ടുകാര് സമ്മതിക്കുമോ? ചോദ്യം കേട്ടതും ജോസ്ലിന്റെ ഉള്ളൊന്നു പിടഞ്ഞു. തന്റെ അമ്മയെക്കുറിച്ചും കഷ്ടപ്പാടുകളെക്കുറിച്ചും പറയാൻ അവൾ ആഞ്ഞു. പക്ഷേ ഭദ്രൻ പെട്ടെന്ന് ഇടപെട്ടു. അവൻ അച്ഛന്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അച്ഛാ, അവൾക്ക് ആരുമില്ല. അവളൊരു അനാഥയാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒറ്റയ്ക്കായതാണ്. ബന്ധുക്കൾ ആരുമില്ലാത്തതുകൊണ്ട് അവൾ ഒറ്റയ്ക്കാണ് ഇതുവരെ ജീവിച്ചത്. ഞാൻ അവളെ പറ്റി എല്ലാം അന്വേഷിച്ചതാണ്. അവൾക്ക് ഈ ലോകത്ത് നമ്മളല്ലാതെ ഇനി ആരുമില്ല അച്ഛാ. അച്ഛനും അമ്മയും കൂടി സമ്മതിച്ചാൽ അവളെ നിങ്ങളുടെ മോളാക്കി നമുക്ക് ഈ വീട്ടിലേക്ക് കയറ്റാം. ഭദ്രൻ പറഞ്ഞ പച്ചക്കള്ളം കേട്ട് ജോസ്ലിൻ ഒന്ന് തരിച്ചുപോയി. തന്റെ കുടുംബത്തെ സാർ എന്തിനു നിഷേധിച്ചു എന്ന് അവൾക്ക് മനസ്സിലായില്ല. പക്ഷേ ഭദ്രന്റെ നോട്ടത്തിൽ നിന്ന് അവൾക്ക് ഒരു കാര്യം വ്യക്തമായി. അവളുടെ വീട്ടുകാരെ കുറിച്ച് പറഞ്ഞാൽ കഷ്ടപ്പാട് അവർക്കൊരു വിഷയമല്ലായിരിക്കാം. പക്ഷേ ക്രിസ്ത്യാനി പശ്ചാത്തലം അറിഞ്ഞാൽ അച്ഛനും അമ്മയും ഒരുപക്ഷേ ഈ വിവാഹത്തിന് സമ്മതിക്കില്ലെന്ന് സാറ് പേടിച്ചിരിക്കാം. പിന്നെ തൽക്കാലത്തേക്കുള്ള വിവാഹമായതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ശരിയായി പറയണമെന്നില്ലല്ലോ. ആരുമില്ലാത്തവളാണെന്ന് കേട്ടപ്പോൾ ഭദ്രന്റെ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. അവർ പതുക്കെ ജോസ്ലിന്റെ അടുത്തേക്ക് ചെന്ന് അവളുടെ തലയിൽ തലോടി. സാരമില്ല മോളെ, മോള് വിഷമിക്കണ്ട. മോക്കിനി ഞങ്ങളൊക്കെ ഉണ്ട്. നിന്നെ ഞങ്ങളുടെ മോളായി തന്നെ ഞങ്ങൾ നോക്കിക്കോളാം. സ്നേഹത്തോടെ അമ്മ അവളെ സമാധാനിപ്പിച്ചു. അന്ന് രാത്രി ആദ്യമായി ഭദ്രന്റെ മുറിയിലേക്ക് ജോസ്ലിൻ കയറി. മുറിയിൽ വലിയ കട്ടിലും ഒരു മേശയും കസേരയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റലങ്കാരങ്ങളൊന്നും ഭദ്രൻ ആ മുറിയിൽ വെച്ചിരുന്നില്ല. അകത്തേക്ക് കയറിയ ജോസ്ലിൻ വാതിലിനടുത്ത് തന്നെ വിറച്ചു നിന്നു. ഭദ്രൻ വസ്ത്രം മാറി വന്ന് കട്ടിലിന്റെ ഒരു വശത്തിരുന്നു. ജോസ്ലിൻ, ഇങ്ങോട്ട് വരൂ. എന്തിനാ അവിടെ പേടിച്ചു നിൽക്കുന്നത്? ഭദ്രൻ ചോദിച്ചു. അവൾ അപ്പോൾ പതുക്കെ മുന്നോട്ട് ചെന്നു. സാർ, ഞാനിവിടെ. എവിടെയാണ് കിടക്കേണ്ടത്? അവൾ വിറയലോടെ ചോദിച്ചു. ഭദ്രൻ അപ്പോൾ കട്ടിലിൽ പതുക്കെ തട്ടി. ഇവിടെ തന്നെ കിടന്നോളൂ. ഈ കട്ടിലിന്റെ ഓരോരത്ത് ജോസ്ലിൻ കിടന്നോ. ഇപ്പുറത്തെ വശത്ത് ഞാൻ കിടക്കാം. ഇതിൽ കൂടുതൽ സൗകര്യങ്ങളൊന്നും ഇപ്പോൾ ഈ ഫ്ലാറ്റിലില്ല. എന്നെ നീ പേടിക്കണ്ട. ഇതൊരു കരാറാണെന്ന് എനിക്ക് നന്നായി അറിയാം. ജോസ്ലിന്റെ അനുവാദമില്ലാതെ ഞാൻ ജോസ്ലിനെ ഒന്ന് തൊടുക പോലുമില്ല. നാളെ നമുക്ക് ക്ഷേത്രത്തിൽ പോകണം. താലി കെട്ടണമെന്ന് അച്ഛനും അമ്മയ്ക്ക് നിർബന്ധമാണ്. അതുകൊണ്ട് ജോസ്ലിൻ വന്ന് അല്പനേരം കിടന്നുറങ്ങാൻ നോക്കൂ. ഭദ്രൻ പറഞ്ഞ വാക്കുകൾ ജോസ്ലിന് വലിയൊരാശ്വാസമായി. അവൾ കട്ടിലിന്റെ ഒരറ്റത്ത് ഒതുങ്ങി കൂടിക്കിടന്നു. ഒരു വശത്ത് അപരിചിതനായ ഒരാളോടൊപ്പം കിടക്കുന്നതിന്റെ ഭയവും മറുവശത്ത് അനിയന്റെ ജീവൻ രക്ഷിക്കാൻ പോകുന്നതിന്റെ സമാധാനവും അവളുടെ ഉള്ളിൽ തിരതല്ലി. ആ രാത്രി അവൾക്ക് ഉറക്കം വന്നില്ല. അപ്പുറത്ത് കിടക്കുന്ന ഭദ്രനും ഉറങ്ങിയിരുന്നില്ല. രണ്ടുപേരും രണ്ട് മനസ്സുമായി ആ മുറിയിൽ നിശബ്ദരായി കിടന്നു. പിറ്റേന്ന് വെളുപ്പിനെ 4 മണിക്ക് തന്നെ എല്ലാവരും എഴുന്നേറ്റു. ഭദ്രന്റെ അമ്മ വാങ്ങിവെച്ചിരുന്ന ഒരു പുതിയ മുണ്ടും നേരിയതും ജോസ്ലിന് നൽകി. അത് ധരിച്ച് മുടി പിന്നിക്കെട്ടി തലയിൽ തുളസിക്കതിർ ചൂടിയപ്പോൾ അവൾ ശരിക്കും ഒരു ദേവിയെ പോലെ ഉണ്ടായിരുന്നു. ആരെങ്കിലും കണ്ടാൽ അവൾ ഒരു ക്രിസ്ത്യാനി കുട്ടിയാണെന്ന് പറയില്ല. അടുത്തുള്ള ചെറിയൊരു കൃഷ്ണക്ഷേത്രത്തിലാണ് അവർ പോയത്. പുലർക്കാലത്തെ മഞ്ഞുതുള്ളികൾ വീണ ആ അന്തരീക്ഷത്തിൽ ക്ഷേത്രത്തിലെ നാമജപങ്ങൾ മുഴങ്ങുന്നുണ്ടായിരുന്നു. ഭദ്രൻ വെള്ള ഷർട്ടും മുണ്ടും ധരിച്ച് ക്ഷേത്രനടയിൽ നിന്നു. പൂജാരി താലിയും കുങ്കുമവും എടുത്തു നൽകി. ക്ഷേത്രത്തിന്റെ ശ്രീലകത്തിനു മുന്നിൽ വെച്ച് ഭഗവാനെ സാക്ഷി നിർത്തി ഭദ്രൻ ആ താലി ജോസ്ലിന്റെ കഴുത്തിൽ ചാർത്തി. താലി കെട്ടുമ്പോൾ അവളുടെ കണ്ണുകൾ സങ്കടം കൊണ്ട് അടഞ്ഞുപോയി. ഹൃദയം വേഗത്തിലിടിച്ചു. ഒരു കരാറിന്റെ പുറത്താണെങ്കിലും ആ നിമിഷം മുതൽ താൻ മറ്റൊരാളുടെ ഭാര്യയായി മാറിയെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ഭദ്രൻ അവളുടെ നെറ്റിയിൽ ചന്ദനവും കുങ്കുമവും തൊട്ടുകൊടുത്തു. അച്ഛനും അമ്മയ്ക്കും സന്തോഷത്തോടെ അവർ ദക്ഷിണ നൽകി. ക്ഷേത്രമുറ്റത്ത് നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഭദ്രൻ പതുക്കെ ജോസ്ലിന്റെ കാതിൽ പറഞ്ഞു, ജോസ്ലിൻ, നീ തന്ന നിന്റെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് ഞാൻ പൈസ അയച്ചിട്ടുണ്ട്. അവരോട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തോളാൻ പറയുകേട്ടോ. നീ വിഷമിക്കണ്ട, എല്ലാം ശരിയാകും. ആ വാക്കുകൾ കേട്ടപ്പോൾ ജോസ്ലിന്റെ ഉള്ളിൽ വലിയൊരു സമാധാനം അനുഭവപ്പെട്ടു. അവളുടെ കണ്ണുകളിൽ നിന്ന് നന്ദി സൂചകമായി 2 തുള്ളി കണ്ണുനീർ വീണു. തന്റെ ജീവിതം എങ്ങോട്ടാണെന്നറിയില്ലെങ്കിലും തന്റെ കുടുംബം സുരക്ഷിതമായെന്ന ഉറപ്പിൽ അവൾ ഭദ്രനോടൊപ്പം ആ ഫ്ളാറ്റിലേക്ക് തിരികെ നടന്നു. പിന്നീടുള്ള ദിവസങ്ങൾ ജോസ്ലിന്റെ ജീവിതത്തിലെ പുതിയൊരു അധ്യായത്തിന്റെ തുടക്കമായിരുന്നു. അച്ഛന്റെയും അമ്മയുടെയും സ്നേഹത്തിന് മുന്നിൽ അവൾ വെറും ഒരു മരുമകളായല്ല, മറിച്ച് ആ വീട്ടിലെ പ്രിയപ്പെട്ട മകളായി തന്നെ മാറി. രാത്രി ബെഡ്റൂമിലെ ഏകാന്തതയിൽ അവർക്കിടയിൽ അകലം നിലനിന്നിരുന്നെങ്കിലും പുറം ലോകത്തിനു മുന്നിൽ അവർ പൊരുത്തമുള്ള ദമ്പതികളായി ജീവിച്ചു. പ്രത്യേകിച്ച് അച്ഛന്റെയും അമ്മയുടെയും മുൻപിൽ. ഭദ്രൻ ജോലിക്ക് പോകുമ്പോഴും തിരികെ വരുമ്പോഴും അവന്റെ വസ്ത്രങ്ങൾ, ഭക്ഷണം, മറ്റാവശ്യങ്ങൾ എന്നിവയിലെല്ലാം ജോസ്ലിൻ അതീവ ശ്രദ്ധ പുലർത്തി. ഒരു മരുമകൾ എന്നതിലുപരി ആ വീടിന്റെ ഐശ്വര്യമായി അവൾ മാറുകയായിരുന്നു.
തന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞ് അവൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഭദ്രനും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അത് അവനിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കി തുടങ്ങുകയായിരുന്നു. ദിവസങ്ങൾ മുന്നോട്ടു പോകുമ്പോൾ ജോസ്ലിന്റെ അനിയന്റെ സർജറി നടന്നു. വീട്ടിൽ ഭദ്രന്റെ അച്ഛനോടും അമ്മയോടും ജോസ്ലിൻ ആരുമില്ലെന്ന് ഭദ്രൻ കള്ളം പറഞ്ഞതുകൊണ്ട് തന്നെ അനിയന്റെ അരികിൽ ഹോസ്പിറ്റലിൽ പോയി നിൽക്കാൻ അവൾക്കാകുമായിരുന്നില്ല. എന്നാൽ അവളുടെ വിഷമം മനസ്സിലാക്കിയ ഭദ്രൻ നിശബ്ദനായി എല്ലാം ഏറ്റെടുത്തു. സർജറിക്കുള്ള പണം കൊടുത്തതു കൂടാതെ ഹോസ്പിറ്റലിലെ എല്ലാ ഏർപ്പാടുകളും ഭദ്രൻ തന്നെയാണ് ചെയ്തത്. ഹോസ്പിറ്റലിൽ ഒരു പ്രത്യേക റൂമും മറ്റെല്ലാ സൗകര്യങ്ങളും അവൻ ഒരുക്കി. ജോസ്ലിന്റെ അമ്മയ്ക്കും അനിയനും അവിടെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത വിധം ഭദ്രൻ എല്ലാം മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നു. തന്റെ കുടുംബത്തിനു വേണ്ടി ഭദ്രൻ കാണിക്കുന്ന ആ വലിയ മനസ്സ് ജോസ്ലിന്റെ ഉള്ളിൽ വല്ലാത്തൊരു സന്തോഷവും നന്ദിയും നിറച്ചു. നേരിട്ട് പോയി കാണാൻ പറ്റിയില്ലെങ്കിലും തന്റെ പ്രിയപ്പെട്ടവർ സുരക്ഷിതരാണെന്ന ബോധം അവളുടെ മനസ്സിനെ ഏറെ സമാധാനിപ്പിച്ചു. ഭദ്രനോടുള്ള അവളുടെ ബഹുമാനവും സ്നേഹവും ഇരട്ടിയാകാൻ ആ സംഭവം കാരണമായി. ജോസ്ലിനും ഭദ്രനുമൊപ്പം കുറച്ചു ദിവസം കൂടി നിൽക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയും ഫ്ളാറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. നാട്ടിൽ പോകുന്ന കാര്യം അവർ ചിന്തിച്ചിരുന്നെങ്കിലും പെട്ടെന്ന് ഭദ്രനെയും ജോസ്ലിനെയും വിട്ടുപോകാൻ തോന്നാത്തതുകൊണ്ട് കുറച്ചു ദിവസം കൂടെ അവർക്കൊപ്പം നിന്നിട്ട് പോകാമെന്ന് കരുതി അച്ഛനും അമ്മയും അവിടെ തന്നെ നിന്നു. അങ്ങനെ പോകുമ്പോൾ ഒരു ദിവസം രാത്രി ജോലി കഴിഞ്ഞ് ഭദ്രൻ എത്തിയപ്പോൾ വല്ലാത്തൊരു തളർച്ച അവനെ പിടികൂടിയിരുന്നു. ഹാളിൽ അമ്മ മാത്രം ഇരിപ്പുണ്ടായിരുന്നു. അകത്തെ മുറിയിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കാം. ജോസ്ലിൻ കുളിക്കുകയാണെന്ന് ഭദ്രന് മനസ്സിലായി. എന്താടാ മോനെ, മുഖം വല്ലാതെ ഇരിക്കുന്നല്ലോ, ഇന്ന് വല്ലാതെ വൈകിയല്ലോ, അമ്മ അവന്റെ അടുത്ത് ചെന്ന് ആകുലതയോടെ ചോദിച്ചു. ഭദ്രൻ അപ്പോൾ കതകിൽ ചാരി നിന്നുകൊണ്ട് ഒന്ന് കിതച്ചു. ഒന്നുമില്ലമ്മേ, രാവിലെ മുതൽ ചെറിയൊരു തലവേദന ഉണ്ടായിരുന്നു. ഇപ്പോൾ ആകെ ഒരു വിറയല് പോലെ തോന്നുന്നു. ഒരു പനിക്കോളാണ്. ഞാൻ ഒന്ന് കിടക്കട്ടെ? അവന്റെ സ്വരം വല്ലാതെ താഴ്ന്നിരുന്നു. ആണോ? എന്നാ നീ പോയൊന്ന് കിടന്നു നോക്ക്. ചുക്കുകാപ്പി എന്തെങ്കിലും വേണമെങ്കിൽ അമ്മ ഉണ്ടാക്കി തരാം. അമ്മ അവന്റെ നെറ്റിയിൽ കൈവയ്ക്കാൻ ആഞ്ഞതും ഭദ്രൻ പതുക്കെ ഒഴിഞ്ഞു മാറി. സാരമില്ലമ്മേ, ഒന്ന് കിടന്നു നോക്കട്ടെ. അച്ഛൻ എവിടെ? അവൻ പതുക്കെ ചോദിച്ചു. അച്ഛൻ നേരത്തെ അത്തായം കഴിഞ്ഞ് കിടന്നു മോനെ, നല്ല ഉറക്കത്തിലാണ്, അമ്മ മറുപടി നൽകി. ഭദ്രൻ അപ്പോൾ പതുക്കെ മുറിയിലേക്ക് നടന്നു. മുറിയിലെത്തിയ അവൻ കതകടച്ചു. വല്ലാത്ത അസ്വസ്ഥത അവന് തോന്നി തുടങ്ങിയിരുന്നു. അവൻ തന്റെ ഷർട്ട് അയച്ചു മാറ്റി കട്ടിലിൽ അവശനായി കിടന്നു. ശ്വാസം എടുക്കുമ്പോൾ പോലും നെഞ്ചിനുള്ളിൽ ഒരു ചൂട് പടരുന്നത് അവൻ അറിഞ്ഞു. ആ സമയം ബാത്റൂമിൽ നിന്നും കുളി കഴിഞ്ഞ് ഈറൻമുടി തോർത്തിക്കൊണ്ട് ജോസ്ലിൻ പുറത്തേക്ക് വന്നു. ഭദ്രൻ വന്നതൊന്നും അവൾ അറിഞ്ഞിരുന്നില്ല. എന്നാൽ കട്ടിലിൽ തളർന്നു കിടക്കുന്ന അവനെ കണ്ടതും അവൾ ഒന്ന് നോക്കി. അവൾ പതുക്കെ അവന്റെ അരികിലേക്ക് വന്നു. സാർ, അവൾ പതുക്കെ വിളിച്ചു. ഭദ്രൻ ഒന്ന് മൂളിയതല്ലാതെ കണ്ണു തുറന്നില്ല. ജോസ്ലിൻ അപ്പോൾ അവളുടെ കൈപ്പത്തി അവന്റെ നെറ്റിയിൽ വെച്ചു നോക്കി. പഴുപ്പിച്ച് ഇരുമ്പ് പോലെ അവന്റെ ശരീരം പൊള്ളുന്നുണ്ടായിരുന്നു. ദൈവമേ, ഇത്രയും പനിയുണ്ടായിരുന്നോ? സാർ, നല്ല ചൂടുണ്ടല്ലോ, എന്തു പറ്റി? അവളുടെ സ്വരത്തിൽ പരിഭ്രമം നിറഞ്ഞു. ജോസ്ലിൻ, എനിക്ക് വല്ലാതെ തണുക്കുന്നു, ആകെ ഒരു വിറയൽ പോലെ, വിറയ്ക്കുന്ന സ്വരത്തിൽ അവൻ പറഞ്ഞു. അവൾ ഉടനെ തന്നെ ഹാളിലേക്ക് ചെന്ന് അമ്മയോട് കാര്യം പറഞ്ഞു. അമ്മ വേഗം ചുക്കും മല്ലിയും ഇട്ട് കാപ്പി തിളപ്പിച്ച് അവൾക്ക് നൽകി. തിരികെ മുറിയിലെത്തിയ ജോസ്ലിൻ പതുക്കെ ഭദ്രനെ താങ്ങിയിരുത്തി. വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് ഗ്ലാസ് വാങ്ങാൻ തുടങ്ങിയ അവനെ തടഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു. വേണ്ട സാർ, ഞാൻ കുടിപ്പിച്ചു തരാം. അവൾ പതുക്കെ ഗ്ലാസ് അവന്റെ ചുണ്ടുകളോട് ചേർത്തു. ഓരോ സിപ്പായി ആ ചൂടുള്ള കാപ്പി ഉള്ളിലേക്ക് ചെന്നപ്പോൾ അവന്റെ വിറയലിന് അല്പം ശമനം വന്നു. അതിനുശേഷം അവൾ ഒരു ഗുളിക കൂടി നൽകി അവനെ പതുക്കെ കിടത്തി. 2 പുതപ്പുകൾ കൊണ്ടവനെ നന്നായി പുതപ്പിച്ചു. എന്നിട്ടും ഭദ്രൻ വല്ലാത്ത അസ്വസ്ഥതയോടെ നെറ്റിയിൽ കൈ അമർത്തി. ജോസ്ലിൻ, തല വെട്ടിപ്പൊളിയുന്ന വേദന, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. വേദന കൊണ്ട് അവൻ കണ്ണുകൾ മുറുക്കി അടച്ചു. അവന്റെ ആ അവസ്ഥ കണ്ടപ്പോൾ ജോസ്ലിന്റെ മനസ്സ് നീറി. തലവേദന കൊണ്ട് പുളയുന്നതിനിടയിൽ അറിയാതെ തന്നെ ഭദ്രൻ തന്റെ തല ജോസ്ലിന്റെ മടിയിലേക്ക് ചായ്ച്ചു വെച്ചു. ജോസ്ലിൻ അപ്പോൾ ഒന്ന് ഞെട്ടിപ്പോയി. അവളുടെ ഹൃദയമിടിപ്പ് വേഗത്തിലായി. താൻ എന്നും ബഹുമാനത്തോടെ നോക്കി നിന്ന തന്റെ സാറിത ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ തന്റെ മടിയിൽ അഭയം തേടിയിരിക്കുന്നു. അവൾ പതുക്കെ വിറയ്ക്കുന്ന കൈകളോടെ അവന്റെ നെറ്റിയിലെ മുടിയകൾ തലോടാൻ തുടങ്ങി. തണുത്ത വെള്ളത്തിൽ മുക്കിപ്പിഴിഞ്ഞ തുണി കൊണ്ട് അവൾ അവന്റെ നെറ്റിയും കൈകളും തുടച്ചു കൊടുത്തു. സാരമില്ല സാർ, വേദന ഇപ്പോൾ മാറും. പാരസെറ്റാമോൾ കഴിച്ചതല്ലേ, കുറച്ചു കഴിഞ്ഞാൽ ആശ്വാസം തോന്നും, അവൾ പറഞ്ഞു. തന്റെ അനിയന്റെ സർജറിക്ക് വേണ്ടി ആരും അറിയാതെ കാവലായ അവനോട് അവൾക്ക് വല്ലാത്തൊരു ആത്മബന്ധം തോന്നി. പനി മൂർച്ഛിച്ച ആ രാത്രിയിൽ മുറിയിലെ മങ്ങിയ വെളിച്ചത്തിൽ ഭദ്രന്റെ തല തന്റെ മടിയിൽ തന്നെ വെച്ച് അവനെ തലോടിക്കൊണ്ട് ജോസ്ലിൻ അവനരികിൽ തന്നെ കണ്ണടയ്ക്കാതെ ഇരുന്നു.
അങ്ങനെ സമയം രാത്രി 2 മണി കഴിഞ്ഞിരിക്കുന്നു. പുറത്തെ ലോകം കനത്ത നിശബ്ദതയിലാണ്. മുറിക്കുള്ളിലെ നൈറ്റ് ബൾബിന്റെ നീല വെളിച്ചം കട്ടിലിൽ പനിച്ചു കിടക്കുന്ന ഭദ്രന്റെ മുഖത്ത് പതിക്കുന്നുണ്ട്. ജോസ്ലിൻ അപ്പോഴും ഉറങ്ങിയിരുന്നില്ല. പച്ചവെള്ളത്തിൽ തുണി നനച്ച് അവൾ അവന്റെ നെറ്റിയിൽ വെച്ചുകൊണ്ടേയിരുന്നു. കുറച്ചു സമയത്തെ പരിചരണത്തിന് ശേഷം ഭദ്രന്റെ കഠിനമായ പനി മെല്ലെ കുറഞ്ഞു തുടങ്ങുന്നത് അവൾ തിരിച്ചറിഞ്ഞു. അവന്റെ ശ്വാസോച്ഛ്വാസം ഇപ്പോൾ ശാന്തമായിട്ടുണ്ട്. നെറ്റിയിലെ ആ തീ പൊള്ളുന്ന ചൂട് പതുക്കെ മാറി തുടങ്ങി. പനി കുറഞ്ഞു തുടങ്ങിയതോടെ ഭദ്രൻ പതുക്കെ കണ്ണു തുറന്നു. മങ്ങിയ വെളിച്ചത്തിൽ മുടിയകൾ അലസമായി മുഖത്തേക്ക് വീണുകിടക്കുന്ന ജോസ്ലിനെ അവൻ കണ്ടു. അവളുടെ കണ്ണുകളിൽ തളർച്ചയുണ്ടെങ്കിലും അവനോടുള്ള കരുതൽ ആ മുഖത്ത് വ്യക്തമായിരുന്നു. പനിയിൽ നിന്നും മുക്തനായ ആ നിമിഷം ഭദ്രന്റെ മനസ്സിൽ അവളോടുള്ള സ്നേഹം വല്ലാതെ അണപൊട്ടിയൊഴുകി. അനിയന്റെ സർജറിയും മറ്റാവശ്യങ്ങളും അവൻ ചെയ്തു കൊടുത്തപ്പോൾ അവൾക്ക് അവനോട് തോന്നിയ അതേ കടപ്പാട് ഇപ്പോൾ പനിച്ചു കിടക്കുമ്പോൾ അവൾ ശുശ്രൂഷിച്ചപ്പോൾ അവൻ അവളോടും തോന്നി. "സർ, പനി കുറവുണ്ടോ?" അവൾ പതുക്കെ ചോദിച്ചുകൊണ്ട് അവന്റെ നെറ്റിയിൽ ഒരിക്കൽ കൂടി കൈവച്ചു. ഭദ്രൻ മറുപടി നൽകിയില്ല. അവൻ പതുക്കെ അവളുടെ കൈ പിടിച്ചു. ആ സ്പർശനത്തിൽ പനിയുടെ ചൂടായിരുന്നില്ല, മറിച്ചൊരു പ്രത്യേക തരിപ്പായിരുന്നു ഉണ്ടായിരുന്നത്. ജോസ്ലിൻ, അവൻ ആർദ്രമായി വിളിച്ചു. ആ വിളിയിൽ എന്തോ ഒന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ ഒന്ന് വിറച്ചു. ഭദ്രൻ അപ്പോൾ പതുക്കെ എഴുന്നേറ്റിരുന്നു. പനിയുടെ തളർച്ച മാറി തുടങ്ങിയ അവന്റെ ശരീരം അപ്പോൾ അവളിലേക്ക് അടുക്കാൻ ആഗ്രഹിക്കുകയായിരുന്നു. അവൻ ജോസ്ലിന്റെ കൈകളിൽ പിടിച്ച് അവളെ തന്നിലേക്ക് വലിച്ചടുപ്പിച്ചു. പെട്ടെന്നുള്ള ആ മാറ്റത്തിൽ ജോസ്ലിന്റെ ഹൃദയം പടപടാ മിടിച്ചു. "സർ, എന്താ ഇത്? പനി മാറിയില്ലേ?" അവൾ പരിഭ്രമത്തോടെ പതുക്കെ പറഞ്ഞു. ഭദ്രൻ അപ്പോൾ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ആ കണ്ണുകളിൽ പ്രണയം നിറഞ്ഞു നിൽക്കുകയായിരുന്നു. "നീ എന്തിനാണ് എന്നെ ഇപ്പോഴും സാറെന്ന് വിളിക്കുന്നത്?" അവൻ മന്ത്രിച്ചു. അവൻ അപ്പോൾ അവളുടെ മുഖം തന്റെ കൈക്കുള്ളിലാക്കി പതുക്കെ അവളുടെ അടുത്തേക്ക് നീങ്ങി. ആ പുതപ്പിനുള്ളിലെ ചൂടിലേക്ക് അവൻ അവളെയും ചേർത്ത് നിർത്തി. ജോസ്ലിൻ ആകെ ഒരു വെപ്രാളം തോന്നി. അവൾ അവനിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കിയെങ്കിലും ഭദ്രന്റെ കൈകൾ അവളെ വിട്ടില്ല. ഭദ്രന്റെ ഓരോ സ്പർശനവും പ്രണയത്തിന്റെ തീക്ഷ്ണമായ ഭാഷയായിരുന്നു. ദിവസങ്ങളായി അവർക്കിടയിൽ ഉണ്ടായിരുന്ന ആ അകലം ആ നിമിഷം മാഞ്ഞുപോയി. ഭദ്രൻ അവളെ വാരിപ്പുണർന്ന പുതപ്പിനുള്ളിലേക്ക് മറഞ്ഞു. ജോസ്ലിന്റെ ചെറുത്തുനിൽപ്പുകൾ ഓരോന്നായി ഇല്ലാതായി. തനിക്ക് വേണ്ടി നിശബ്ദനായി എല്ലാം ചെയ്തു തന്ന തന്റെ ഭർത്താവിനോട് അവൾക്കും വല്ലാത്തൊരിഷ്ടം തോന്നിയിരുന്നു. അറിയാതെയാണെങ്കിലും ആ രാത്രിയിൽ അവർ തമ്മിൽ ഒന്നായി ചേർന്നു. ആദ്യാനുഭവത്തിന്റെ ചെറിയൊരു വേദന അവളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നെങ്കിലും ഭദ്രന്റെ ചുംബനങ്ങൾ അതിനെ സ്നേഹമാക്കി മാറ്റി. ആ പുതപ്പിനുള്ളിലെ ചൂടിൽ അവർ രണ്ടുപേരും ഒരാത്മാവായി ലയിച്ചു. വേദനയും സുഖവും ഇടകലർന്ന ആ നിമിഷങ്ങളിൽ അവർ തങ്ങളുടെ ലോകം മറന്നുപോയി. പുറത്ത് നിലാവ് മെല്ലെ മായുമ്പോഴും ആ മുറിക്കുള്ളിൽ പ്രണയത്തിന്റെ പുതിയൊരു പുലരി വിരിയുകയായിരുന്നു. രാത്രിയുടെ ആ പ്രണയയാമങ്ങൾക്കൊടുവിൽ ഭദ്രന്റെ നെഞ്ചോട് ചേർന്നപ്പോഴോ ജോസ്ലിൻ ആഴത്തിലുള്ള ഉറക്കത്തിലേക്ക് വഴുതി വീണിരുന്നു. മുറിക്കുള്ളിലെ എസിയിൽ നിന്നും പുറപ്പെടുന്ന തണുപ്പും ആ വലിയ പുതപ്പിനുള്ളിലെ ചൂടും അവരെ ലോകം മറന്ന ഉറക്കത്തിലേക്ക് നയിച്ചു. പുലർച്ചെ ജനാല വിടവിലൂടെ സൂര്യപ്രകാശം മുറിക്കുള്ളിലേക്ക് അരിച്ചെത്തിയപ്പോഴാണ് ജോസ്ലിൻ പതുക്കെ കണ്ണു തുറന്നത്. ഉറക്കച്ചടവോടെ ഒന്ന് തിരിഞ്ഞു കിടക്കാൻ ശ്രമിച്ച അവൾ പെട്ടെന്നെന്തോ ഓർത്തതുപോലെ ഞെട്ടി എഴുന്നേറ്റു. പുതപ്പിനുള്ളിൽ തന്റെ ദേഹത്ത് വസ്ത്രങ്ങളൊന്നുമില്ലെന്ന തിരിച്ചറിവ് അവളെ തളർത്തിക്കളഞ്ഞു. ഇന്നലെ രാത്രി പനിയുടെ ചൂടിലും വികാരങ്ങളുടെ ആവേശത്തിലും തങ്ങൾക്കിടയിൽ സംഭവിച്ച കാര്യങ്ങൾ ഓരോന്നായി അവളുടെ ഓർമ്മയിലേക്ക് ഓടിയെത്തി. അടിവസ്ത്രങ്ങളടക്കം കട്ടിലിന്റെ ഒരു വശത്തായി അലക്ഷ്യമായി കിടക്കുന്നത് കണ്ടപ്പോൾ അവളുടെ നെഞ്ചൊന്നു പിടഞ്ഞു. വല്ലാത്തൊരു പരിഭ്രമത്തോടെ അവൾ ചുറ്റും നോക്കി. ഭദ്രൻ അപ്പോഴും ഗാഢനിദ്രയിലായിരുന്നു. അവൾ വേഗം പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി. കട്ടിലിൽ ചിതറിക്കിടന്ന തന്റെ വസ്ത്രങ്ങൾ ഓരോന്നായി വാരിക്കൂട്ടി ദേഹത്തോട് ചേർത്ത് ഒതുക്കി പിടിച്ചു. ആദ്യമായുണ്ടായ ശാരീരിക ബന്ധത്തിന്റെ ഓർമ്മയും ഒരു പെൺകുട്ടി എന്ന നിലയിലുള്ള സ്വാഭാവികമായ ലജ്ജയും കാരണം അവളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ അവൾ അറിയാതെ കവിളിലൂടെ ഒലിച്ചിറങ്ങി. ജോസ്ലിന്റെ അനക്കം കേട്ടാകണം ഭദ്രനും പതുക്കെ കണ്ണു തുറന്നു. തലേന്നത്തെ പനി പൂർണ്ണമായും അവന് മാറിയിരുന്നു. പക്ഷേ കണ്ണു തുറന്നപ്പോൾ കണ്ട കാഴ്ച അവനെ വല്ലാതെ അസ്വസ്ഥനാക്കി. വസ്ത്രങ്ങൾ ഒതുക്കി പിടിച്ച് കണ്ണു നിറഞ്ഞിരിക്കുന്ന ജോസ്ലിനെ കണ്ടപ്പോൾ ഇന്നലെ രാത്രി താൻ കാണിച്ച ആവേശം അവൻ ഓർമ്മ വന്നു. പനിയുടെ തളർച്ചയ്ക്കിടയിലും അവളുടെ ശരീരം നുകരാൻ കാണിച്ച ആ ഒരു നിമിഷം ഓർത്തപ്പോൾ ഭദ്രന് തന്നോട് തന്നെ വല്ലാത്തൊരു നാണക്കേട് തോന്നി. ജോസ്ലിൻ, ഞാനതറിയാതെ. അവൻ എന്തെങ്കിലും അവളോട് പറയാൻ ശ്രമിച്ചെങ്കിലും വാക്കുകൾ തൊണ്ടയിൽ കുടുങ്ങി. അവൻ വല്ലാത്തൊരു കുറ്റബോധത്തോടെ തന്റെ തലമുടിയിൽ കൈവിരലുകൾ കോർത്ത് തല താഴ്ത്തിയിരുന്നു. ആ രാത്രിയിൽ താൻ ഇത്രമേൽ നിയന്ത്രണം വിട്ടു പെരുമാറുമെന്ന് അവൻ കരുതിയതല്ല. അവളുടെ നിശബ്ദത അവനെ കൂടുതൽ ഭയപ്പെടുത്തി. മൗനമായിരിക്കുന്ന ജോസ്ലിനെ നോക്കാൻ പോലും ഭയന്ന് അവൻ തന്റെ തലമുടിയിൽ പിടിച്ചു കുലുക്കിക്കൊണ്ടിരുന്നു. ആ മുറിക്കുള്ളിൽ വല്ലാത്തൊരു നിശബ്ദത വീണ്ടും തളം കെട്ടി നിന്നു. പക്ഷേ ആ നിശബ്ദതയ്ക്ക് മുൻപത്തെ പോലെ ഒരകൽച്ചയുടെ
ഭാവമായിരുന്നില്ല, മറിച്ച് പരസ്പരം തിരിച്ചറിഞ്ഞ രണ്ട് മനസ്സുകളുടെ പരിഭ്രമമായിരുന്നു. ഭദ്രൻ വല്ലാത്തൊരു കുറ്റബോധത്തോടെ കട്ടിലിൽ തല താഴ്ത്തി ഒരു വശത്തേക്ക് തിരിഞ്ഞിരുന്നു. തന്റെ പ്രിയപ്പെട്ടവളോട് അനുവാദം ചോദിക്കാതെ പനിയുടെ ആവേശം ലഹരിയായി മാറിയ ആ നിമിഷങ്ങളിൽ താൻ ചെയ്തത് തെറ്റാണോ എന്ന ചിന്ത അവനെ വേട്ടയാടി. ആ സമയം ജോസ്ലിൻ വിറയ്ക്കുന്ന കൈകളോടെ കട്ടിലിൽ ചിതറിക്കിടന്ന വസ്ത്രങ്ങൾ ഓരോന്നായി എടുത്തു. ഭദ്രൻ മുഖം തിരിച്ചു തന്നെ ഇരുന്നത് അവൾക്കൊരാശ്വാസമായി. അവൾ പുതപ്പോടെ എണീറ്റ് ബാത്റൂമിലേക്ക് പോയി. വേഗം വസ്ത്രങ്ങൾ എടുത്തു ധരിച്ചു. എന്നിട്ട് ബാത്റൂമിലെ തന്നെ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് നോക്കിയപ്പോൾ അലങ്കോലമായ മുടിയും ഇടുങ്ങിയ കണ്ണുകളും കണ്ട അവൾക്ക് സങ്കടം സഹിക്കാനായില്ല. താൻ ഏറെ ആദരിച്ചിരുന്ന ആ മനുഷ്യൻ തന്റെ ദേഹം നുകർന്നത് ഒരു സ്വപ്നം പോലെ അവൾക്ക് തോന്നിയുള്ളൂ. അല്പനേരം കഴിഞ്ഞ് അവൾ റൂമിലേക്ക് വന്നു. ഭദ്രൻ അപ്പോൾ വസ്ത്രം മാറി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. കുറച്ചുനേരം അവർക്കിടയിൽ മൗനം മാത്രം തളം കെട്ടി നിന്നു. ഒടുവിൽ തകർന്നു പോയ സ്വരത്തിൽ ജോസ്ലിൻ മൗനം ഭേദിച്ചു. ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് സാർ. ആ വാക്കുകൾ ഒരു ഇടിത്തി പോലെയാണ് ഭദ്രന്റെ കാതിൽ പതിച്ചത്. അവൻ ഞെട്ടിപ്പോയി. പെട്ടെന്ന് മുഖം തിരിച്ച് അവൻ അവളെ നോക്കി. ജോസ്ലിൻ, നീ എന്തായി പറയുന്നത്? വീട്ടിലേക്കോ? അവളുടെ കണ്ണിൽ നിന്നും അപ്പോൾ ഒരു തുള്ളി കണ്ണുനീർ അടർന്നു വീണു. അതെ സാർ, ഞാൻ സാറിനെ കുറ്റപ്പെടുത്തുന്നില്ല. ഞാനും ശ്രദ്ധിക്കണമായിരുന്നു. ഒഴിഞ്ഞു മാറാൻ ഞാൻ നോക്കിയിരുന്നു. പക്ഷേ എപ്പോഴോ ഞാനും അതിലേക്ക് വീണുപോയി. എന്താണ് സംഭവിച്ചതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. ഞാൻ അങ്ങനെയുള്ള ഒരു കുട്ടിയായിരുന്നില്ല സാർ. പക്ഷേ ഇനി എനിക്ക് ഈ സാഹചര്യത്തിൽ ഇവിടെ നിൽക്കാൻ വയ്യ. ഞാൻ പോകുന്നതാണ് എല്ലാവർക്കും നല്ലത്. ജോസ്ലിൻ വാതിൽക്കലേക്ക് നടക്കാൻ തുടങ്ങവേ ഭദ്രൻ കട്ടിലിൽ നിന്നും ചാടി എണീറ്റു. അവൻ അവളുടെ കൈകളിൽ മുറുക്കി പിടിച്ചു. നിൽക്ക് ജോസ്ലിൻ, പ്ലീസ് ഒന്ന് നിൽക്ക്. അവന്റെ സ്വരത്തിൽ വല്ലാത്തൊരു പരിഭ്രമമുണ്ടായിരുന്നു. സംഭവിച്ചത് തെറ്റാണെന്ന് എനിക്കറിയാം. ഇങ്ങനെയൊന്നുമല്ല ഞാൻ വിചാരിച്ചിരുന്നത്. നിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നിന്നെ വേദനിപ്പിക്കാനല്ല. പക്ഷേ നീ ഇപ്പോൾ പോയാൽ താഴെ ഇരിക്കുന്ന അച്ഛനോടും അമ്മയോടും ഞാൻ എന്ത് മറുപടി പറയും? അവരോട് പറയുന്നത് മാത്രമല്ല ജോസ്ലിൻ. അവൻ ഒരു നിമിഷം നിർത്തി. അവളുടെ കണ്ണുകളിലേക്ക് ആഴത്തിൽ നോക്കി. അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഞാൻ നിന്നെ അത്രമേൽ സ്നേഹിക്കുന്നു ജോസ്ലിൻ. നിന്റെ അനുവാദമില്ലാതെ ഇന്നലെ നടന്ന കാര്യങ്ങളിൽ എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്. പക്ഷേ അത് കേവലം ഒരു ശാരീരിക ബന്ധമായിരുന്നില്ല എനിക്ക്. ഇനി നീ പോയാ പിന്നെ എനിക്ക് ജീവിതമില്ല. ജോസ്ലിൻ അപ്പോൾ തരിച്ചു നിന്നുപോയി. പരുക്കനായ, അധികം സംസാരിക്കാത്ത ഭദ്രനെ പോലൊരാളിൽ നിന്നും അങ്ങനെ ഒരു തുറന്നു പറച്ചിൽ അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. സാർ, ഇത് സ്നേഹമാണോ അതോ സഹതാപമോ? അവൾ വിറയ്ക്കുന്ന സ്വരത്തിൽ ചോദിച്ചു. ഭദ്രൻ അപ്പോൾ അവളുടെ രണ്ട് കൈകളും ചേർത്ത് പിടിച്ചു. സഹതാപമല്ല ജോസ്ലിൻ. നിന്നെ ആദ്യമായി കണ്ട ആ നിമിഷം മുതൽ എന്റെ ഉള്ളിൽ നീയുണ്ട്. നിന്റെ അനിയനു വേണ്ടി ഞാൻ ചെയ്തതൊന്നും സഹായമല്ല. അത് നിനക്ക് വേണ്ടിയുള്ള എന്റെ കരുതലിന്റെ ഭാഗമായിരുന്നു. നീ ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇന്നലെ നടന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു പുതിയ തുടക്കമായി നിനക്ക് കണ്ടുകൂടെ? പ്ലീസ് എന്നെ വിട്ടു പോകരുത്. ഭദ്രനോട് എന്ത് പറയണമെന്ന് അവൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. മുറിയിൽ അപ്പോഴും ആ വിറയൽ ബാക്കിയുണ്ടായിരുന്നു. ഭദ്രൻ അവളുടെ കൈകളിൽ പിടിച്ചു നിർത്തിയെങ്കിലും ജോസ്ലിന്റെ തീരുമാനം ഉറച്ചതായിരുന്നു. അവൾ അപ്പോൾ കണ്ണുനീർ തുടച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു, പറ്റില്ല സാർ, എനിക്കിനി ഇവിടെ തുടരാൻ കഴിയില്ല. സാറിനോടും ഈ കുടുംബത്തോടും എനിക്ക് വലിയ കടപ്പാടുണ്ട്. എന്റെ അനിയന്റെ ജീവിതം രക്ഷിച്ചത് സാറാണ്. അതിനു പകരമായി എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തു. സാറിന്റെ അച്ഛനും അമ്മയും ഇപ്പോൾ സന്തോഷത്തിലാണ്. അവർക്കൊരു നല്ല മരുമകളായി ഞാൻ ഇതുവരെ ഇവിടെ നിന്നു. പക്ഷേ ഇന്നലെ നടന്നത് അതിനിയും ആവർത്തിച്ചുകൂടാ. സാർ എന്നെ പോകാൻ അനുവദിക്കണം. വിറയ്ക്കുന്ന സ്വരത്തിൽ അവൾ പറഞ്ഞു നിർത്തിയതും ഭദ്രൻ ചെയ്തത് അവൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമായിരുന്നു. അവൾ ഏറെ ബഹുമാനിക്കുന്ന ഗാംഭീര്യമുള്ള ബിസിനസ്സുകാരൻ പെട്ടെന്ന് അവളുടെ മുൻപിൽ മുട്ടുകുത്തിയിരുന്ന് അവളുടെ കാലിൽ പിടിച്ചു. ജോസ്ലിൻ, പോകരുത്. നീ പോയാൽ ഞാൻ മരിച്ചു പോകും. ഭദ്രന്റെ സ്വരം കരച്ചിലിന്റെ വക്കോളം എത്തിയിരുന്നു. ഒരാണൊരുത്തൻ, അതും തന്റെ ഭർത്താവിന്റെ സ്ഥാനത്തുള്ള ആൾ, തന്റെ കാല് പിടിക്കുക എന്നത് ജോസ്ലിൻ ആലോചിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അവളുടെ ഹൃദയം ഒരു നിമിഷം നിലച്ചു പോയതുപോലെ അവൾക്ക് തോന്നി. സാർ, എഴുന്നേൽക്കൂ. എന്തായി കാണിക്കുന്നത്? പ്ലീസ് കാല് വിടൂ. അവൾ പരിഭ്രമത്തോടെ പിന്നിലേക്ക് മാറാൻ ശ്രമിച്ചു. പക്ഷേ ഭദ്രൻ അവളുടെ കാലിലെ പിടി വിട്ടില്ല. അവന്റെ കണ്ണുനീർ അവളുടെ പാദങ്ങളിൽ വീണ് നനഞ്ഞു. നീ വിചാരിക്കുന്നത് പോലെ വെറും ഒരു കരാറുകാരിയല്ല എനിക്ക് നീ. എനിക്ക് നിന്നെ അത്രമേൽ ഇഷ്ടമാണ് ജോസ്ലിൻ. അറിഞ്ഞോ അറിയാതെയോ ഇന്നലെ സംഭവിച്ചതൊന്നും നിന്നെ അപമാനിക്കാനല്ല. നിന്നെ എന്റേത് മാത്രമായി കാണാൻ ആഗ്രഹിച്ചതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചു പോയത്. നിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. എന്റെ ജീവനാണ്. ഭദ്രൻ പറഞ്ഞു. ജോസ്ലിൻ ആകെ തളർന്നുപോയി. തന്റെ ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ അവൾ പണിപ്പെട്ടു. സാർ, നമ്മളിതൊരു നാടകമായി തുടങ്ങിയതല്ലേ? അവൾ ചോദിച്ചു. ഭദ്രൻ അപ്പോൾ പതുക്കെ എഴുന്നേറ്റു. അവന്റെ മുഖം അപ്പോൾ ഗൗരവത്തിലായി. അവൻ അവളുടെ കഴുത്തിലെ താലിയിലേക്ക് വിരൽ ചൂണ്ടി. നാടകമായിട്ടാണെങ്കിലും ഞാൻ കെട്ടിയതാണ് ഈ താലി. നിനക്കിപ്പോൾ ഇവിടുന്ന് പോകണമെന്നുണ്ടെങ്കിൽ പൊയ്ക്കോ. എനിക്ക് നിന്നെ തടയാൻ അവകാശമില്ലായിരിക്കാം. പക്ഷേ പോകുന്നതിന് മുൻപ് ഒരു കാര്യമുണ്ട്. അവൻ അവളുടെ അരികിലേക്ക് ഒരു ചുവടുകൂടി അടുത്തു നിന്നു. നീ ഈ താലി അയച്ചു തന്നിട്ട് വേണം പോകാൻ. ഈ ബന്ധം ഇവിടെ
അവസാനിക്കണമെങ്കിൽ ഞാൻ നിന്റെ കഴുത്തിൽ ചാർത്തിയ ഈ നൂൽബന്ധം നീ അറുത്തു മാറ്റണം. അത് അയച്ചു വെച്ചിട്ട് നിനക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകാം. നിന്നെ ഞാൻ തടയില്ല. ഭദ്രന്റെ വാക്കുകൾ കേട്ടതും ജോസ്ലിന്റെ ശരീരം വല്ലാതെ വിറയ്ക്കാൻ തുടങ്ങി. സത്യത്തിൽ ആ താലി അപ്പോൾ വെറും ഒരു മഞ്ഞച്ചരട് മാത്രമല്ലായിരുന്നു അവൾക്ക്. അത് അവളുടെ ശ്വാസമായും ജീവിതമായും മാറിക്കഴിഞ്ഞിരുന്നു. ഉള്ളിന്റെ ഉള്ളിൽ അവൾക്ക് ഭദ്രനോടുള്ള സ്നേഹം ആ താലിയിലൂടെയാണ് അവൾ തിരിച്ചറിഞ്ഞത്. അഴിക്ക് ജോസ്ലിൻ, നിനക്ക് പോകണമെങ്കിൽ ഇതയക്കി, ഭദ്രൻ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. വിറയ്ക്കുന്ന കൈകളോടെ ജോസ്ലിൻ ആ താലിയിൽ ഒന്ന് തൊട്ടു. അതിന്റെ കുടുക്കഴിക്കാൻ അവൾ ശ്രമിച്ചു. പക്ഷെ അവളുടെ വിരലുകൾ ചലിക്കുന്നില്ലായിരുന്നു. താലിയിൽ സ്പർശിച്ചപ്പോൾ ഇന്നലെ രാത്രിയിലെ സ്നേഹസ്പർശങ്ങളും തന്റെ കുടുംബത്തിന് ഭദ്രൻ നൽകിയ തണലും ഒരു തിരമാല പോലെ അവളുടെ മനസ്സിലേക്ക് ഇരച്ചു കയറി വന്നു. താലി അഴിക്കാൻ ശ്രമിക്കും തോറും അവളുടെ വിറയൽ കൂടി വന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. എത്ര ശ്രമിച്ചിട്ടും ആ താലി അഴിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. പെട്ടെന്ന് ഭദ്രൻ അവളുടെ വിറയ്ക്കുന്ന കൈകൾ പിടിച്ചു മാറ്റി അവളെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. കണ്ടോ, നിനക്കിതിന് കഴിയില്ല. നിന്റെ ഉള്ളിലും ഞാനുണ്ട് ജോസ്ലിൻ. അത് സമ്മതിക്കാൻ നിനക്ക് എന്തിനാണ് ഇത്ര മടി? ഭദ്രന്റെ നെഞ്ചിലെ ചൂടിൽ അമർന്നപ്പോൾ ജോസ്ലിൻ പൊട്ടിക്കരഞ്ഞുപോയി. അവളുടെ സകല പരിഭവങ്ങളും ആ കരച്ചിലിൽ അലിഞ്ഞുപോയി. ഭദ്രൻ അവളെ മുറുക്കി പുണർന്നുകൊണ്ട് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. അവൾ അവന്റെ നെഞ്ചിലേക്ക് മുഖം ചായ്ച്ചു തേങ്ങി. എനിക്ക് പേടിയാകുന്നു ഭദ്രേട്ടാ. എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുന്നു. ഇത്രയും സ്നേഹിക്കാൻ എനിക്ക് എന്ത് യോഗ്യതയാണുള്ളത്? ആദ്യമായി അവൾ അവനെ ഭദ്രേട്ട എന്ന് വിളിച്ചു. ആ വിളി കേട്ടപ്പോൾ ഭദ്രന്റെ ഉള്ളം കുളിർത്തു. അവൻ അവളെ മുറുക്കി പിടിച്ചു. യോഗ്യത നോക്കിയല്ല ജോസ്ലിൻ സ്നേഹിക്കുന്നത്. നീ എന്റെ ജീവിതത്തിലേക്ക് വന്നത് ഒരു നിമിത്തമാണ്. ഈ താലി പോലെ തന്നെ നീ എന്റെ സ്വന്തമാണ്. ഭദ്രൻ ജോസ്ലിന്റെ കൈകൾ തന്റെ കൈക്കുള്ളിൽ ചേർത്ത് പിടിച്ചു. അവന്റെ കണ്ണുകളിൽ പശ്ചാത്താപവും അതിലേറെ പ്രണയവും നിറഞ്ഞു നിന്നിരുന്നു. അവൻ പതുക്കെ സംസാരിച്ചു തുടങ്ങി. ജോസ്ലിൻ, സത്യം പറഞ്ഞാൽ എന്നും ഫ്രീ ആയി നടക്കണമെന്ന ആഗ്രഹം മാത്രമേ എന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ആരെയും ഒന്നിനും നിർബന്ധിക്കാതെ, ആർക്കും മറുപടി നൽകാതെ ഒറ്റയ്ക്ക് ജീവിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നത്. കല്യാണം കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ അടിച്ചു വേർപിരിയുന്ന പലരുടെയും കഥകൾ കേൾക്കുമ്പോൾ എന്തിനാ വെറുതെ ഒരാളെ കെട്ടിപ്പൊതിഞ്ഞു കൂടെ കൂട്ടുന്നത് എന്നായിരുന്നു എന്റെ ചിന്ത. ബന്ധങ്ങളുടെ ആ കെട്ടുപാടുകളിൽ ഒന്നും കുടുങ്ങിക്കിടക്കാൻ എനിക്കൊട്ടും ആഗ്രഹമുണ്ടായിരുന്നില്ല. അവൻ ഒരു നിമിഷം നിർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി. പക്ഷേ നീ എന്റെ ജീവിതത്തിലേക്ക് വന്ന നിമിഷം മുതൽ എന്റെ ചിന്തകൾ മാറി മറിഞ്ഞു. ഒരു പെണ്ണ് കൂടെ വേണമെന്ന് എനിക്ക് തോന്നി തുടങ്ങിയത് നിന്നെ കണ്ടതിനു ശേഷമാണ്. നിന്റെ സാമീപ്യം എനിക്ക് തന്ന ആശ്വാസം ചെറുതല്ല. ഭദ്രന്റെ സ്വരം അല്പം കൂടി വികാരാധീനമായി. ഇന്നുവരെ കണ്ടിട്ടില്ലാത്തൊരു സന്തോഷം അച്ഛന്റെയും അമ്മയുടെയും മുഖത്ത് ഞാൻ കണ്ടു. അവർക്ക് നീ ഒരു മരുമകളല്ല, സ്വന്തം മകളായി മാറി. നീ വന്നതിന് ശേഷം ഈ വീടിനുണ്ടായ മാറ്റം, ഇവിടെ നിറഞ്ഞ ഐശ്വര്യം, അതൊക്കെ കണ്ടപ്പോൾ ഞാൻ അറിയാതെ തന്നെ ആഗ്രഹിച്ചു പോയി നിന്നെ എന്നേക്കുമായി എന്റേതാക്കാൻ. ഈ വീടിന്റെ വിളക്കായി നീ എന്നും ഇവിടെ ഉണ്ടാകണമെന്ന് എന്റെ ഉള്ളം കൊതിച്ചു. അതുകൊണ്ട് മാത്രമാണ് ഇന്നലെ ഞാൻ എന്നെ തന്നെ മറന്നുപോയത്. എന്റെ അച്ഛനും അമ്മയ്ക്കും നിന്നെ ഇനി വിട്ടുകളയാനാവില്ല. സത്യം പറഞ്ഞാൽ തുടക്കത്തിൽ എനിക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു. നീ ഒരു ക്രിസ്ത്യാനി കുട്ടിയാണെന്നും നമ്മുടെ വിശ്വാസങ്ങൾ വ്യത്യസ്തമാണെന്നും അറിഞ്ഞാൽ പഴയ ചിന്താഗതിക്കാരായ അവർ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഞാൻ ഓർത്തിരുന്നു. അതുകൊണ്ടാണ് ആദ്യം ഇതൊരു നാടകമായിരിക്കട്ടെ എന്ന് ഞാൻ കരുതിയത്. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി മൃദുവായി പുഞ്ചിരിച്ചു. പക്ഷേ നീ ഈ വീട്ടിൽ വന്നതിന് ശേഷം എല്ലാം മാറി മറിഞ്ഞു. നിന്റെ സ്വഭാവവും ഈ വീടിനോടുള്ള നിന്റെ കരുതലുമാണ് അവരുടെ മനസ്സ് മാറ്റിയത്. നിന്റെ അമ്മയെക്കുറിച്ചും അനിയനെക്കുറിച്ചുമെല്ലാം ഞാൻ അവരോട് പറഞ്ഞോളാം. അവർക്കിപ്പോൾ നിന്നെ അത്രയ്ക്കിഷ്ടമാണ് ജോസ്ലിൻ. ഭദ്രൻ പതുക്കെ അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റിയിട്ട് അലമാരയുടെ അടുത്ത് ചെന്ന് അതിനുള്ളിലെ പൂട്ടിയ ഒരറയിൽ നിന്നും അതിമനോഹരമായ ഒരു പെട്ടി പുറത്തെടുത്തു. അവൻ ആ പെട്ടി തുറന്നപ്പോൾ മുറിക്കുള്ളിൽ സ്വർണ്ണ നൂലുകളുടെ തിളക്കം പടർന്നു. ചുവപ്പ് നിറത്തിലുള്ള കസവുകൾ നിറഞ്ഞ ഒരു അതിമനോഹരമായ പട്ടുസാരിയായിരുന്നു അത്. മംഗല്യപ്പട്ട്. ജോസ്ലിൻ വിശ്വസിക്കാനാവാതെ ആ പട്ടുസാരിയിൽ നോക്കി നിന്നു. ഭദ്രേട്ട, ഇത്? അവൾ വിറയ്ക്കുന്ന സ്വരത്തിൽ ചോദിച്ചു. ഭദ്രൻ അപ്പോൾ ആ സാരി അവളുടെ കൈകളിലേക്ക് പതുക്കെ വെച്ചുകൊടുത്തു. ജോസ്ലിൻ, അന്ന് നമ്മൾ വിവാഹം കഴിക്കുമ്പോൾ ഞാൻ നിനക്ക് നൽകിയ ആ പട്ടുസാരി വെറും ഒരു ചടങ്ങായിരുന്നു. ഒരു നാടകത്തിലെ വേഷം പോലെ ഞാൻ അത് നിന്റെ കയ്യിൽ തന്നു. പക്ഷേ ഈ സാരി അങ്ങനെയല്ല. നീ അറിയാതെ തന്നെ നിന്നെ ഞാൻ പ്രണയിച്ചു തുടങ്ങിയ സമയത്ത് എന്നെങ്കിലും ഒരിക്കൽ നീ എന്റേത് മാത്രമാകുമെന്ന് ഉറപ്പുള്ള നിമിഷം നിനക്ക് തരാൻ വേണ്ടി ഞാൻ വാങ്ങിവെച്ചതാണ് ഈ മംഗല്യപ്പട്ട്. ജോസ്ലിൻ അപ്പോൾ ഞെട്ടലോടെ അവനെ നോക്കി. അപ്പോൾ ഭദ്രേട്ടൻ എന്നെ മുൻപേ സ്നേഹിച്ചിരുന്നോ? ഭദ്രൻ അപ്പോൾ മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു. നീ ഇവിടെ വന്നതിന് ശേഷം എപ്പോഴോ മുതൽ നീ അറിയാതെ തന്നെ ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു ജോസ്ലിൻ. നിന്റെ ഓരോ ചലനവും നിന്റെ വിഷമങ്ങളുമെല്ലാം ഞാൻ ദൂരെ നിന്ന് നോക്കി കണ്ടിരുന്നു. നിന്റെ അനിയനു വേണ്ടി ഞാൻ ചെയ്തതൊന്നും വെറും ഒരു ഉപകാരമായിരുന്നില്ല എന്ന് എനിക്കിപ്പോൾ അറിയാം. എന്റെ പെണ്ണിനു വേണ്ടി ഞാൻ ചെയ്യേണ്ട കടമയായിരുന്നു അത്. അന്ന് ആ പട്ടുസാരി നൽകിയപ്പോൾ അതിൽ എന്റെ മനസ്സുണ്ടായിരുന്നില്ല.
പക്ഷേ ഈ സാരിയിൽ എന്റെ ഹൃദയമുണ്ട്. ഇതിലെ ഓരോ നൂലിലും തുന്നിച്ചേർത്തിരിക്കുന്നത് നിനക്ക് വേണ്ടിയുള്ള എന്റെ പ്രണയമാണ്. ആ വാക്കുകൾ കേട്ടതും ജോസ്ലിന്റെ ഉള്ളിൽ വല്ലാത്ത സന്തോഷം തെളിഞ്ഞു. അവൾ നിറകണ്ണുകളോടെ അവനെ നോക്കി. ഭദ്രൻ അവളെ വീണ്ടും ആർദ്രമായി വാരിപ്പുണർന്നു. അവന്റെ നെഞ്ചിന്റെ ചൂടിൽ മുഖം ചേർത്ത് നിൽക്കുമ്പോൾ താൻ കണ്ട സ്വപ്നങ്ങളെക്കാളൊക്കെ മനോഹരമാണ് തന്റെ മുന്നിലുള്ള ജീവിതമെന്ന് ജോസ്ലിൻ തിരിച്ചറിയുകയായിരുന്നു. അവൾ വിറയ്ക്കുന്ന കൈകളാൽ ആ പട്ടുസാരി മുറുകെ പിടിച്ചുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് കൂടുതൽ അലിഞ്ഞു ചേർന്നു. ഭദ്രൻ അവളുടെ മുടിയകളിൽ ചുംബിച്ചുകൊണ്ട് പതുക്കെ മന്ത്രിച്ചു. ഇന്നലത്തെ രാത്രിയും പനിയുമെല്ലാം ഒരു നിമിത്തമാണെന്ന് കൂട്ടാം. അതുകൊണ്ടല്ലേ നമുക്കിത്ര വേഗം ഒന്നിക്കാനായത്. ഇന്നലത്തെ ആ രാത്രിയല്ലേ നമ്മുടെ ജീവിതത്തിലെ എല്ലാ അകലങ്ങളും മായ്ച്ചു കളഞ്ഞത്. ഇനി ഈ മംഗല്യപ്പട്ടണിഞ്ഞ് എന്റെ മണവാട്ടിയായി നീ താഴേക്ക് വരണം. ലോകത്തിനു മുന്നിൽ നിറഞ്ഞ മനസ്സോടെ എനിക്ക് പറയാം, നീ എന്റേതു മാത്രമാണെന്ന് എല്ലാ അർത്ഥത്തിലും.